തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പൊതുവെ സിനിമാക്കാർക്ക് ഭയങ്കര മടിയാണ്. വലിയ മുതൽ മുടക്കും അതുപോലെ ഭയങ്കര റിസ്ക്കും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അവരങ്ങനെ മടി കാണിക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ തൊട്ടാൽ പൊള്ളുന്ന ഇത്തരം വിഷയങ്ങൾ, അതായത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ വലിയ ഉന്നതമായ കലാമൂല്യത്തോടു കൂടി എങ്ങനെ ചിത്രീകരിക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, കാതൽ, ദ കോർ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷകരുടെയും അതുപോലെ നിരൂപകരുടെയും ഒരുപാട് പ്രശസ്തി പിടിച്ചു പറ്റിയ, അത് മാത്രമല്ല ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായ ചിത്രങ്ങളാണിതൊക്കെ. അങ്ങനെ ഒരുപാട് നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. ഒരുപാട് പേരുടെ കണ്ണ് തുറപ്പിക്കാനും ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നിലവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒക്കെ വൻ വിവാദമായി, അതൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലിംഗസമത്വത്തെ പറ്റിയും, ഈ ലിംഗസമത്വം എന്ന് പറയുന്ന വേർഡ് തന്നെ ഒരു കാലഹരണപ്പെട്ട വേർഡാണ്. കാരണം അവിടെ ഒരു പുരുഷനാണ്. കാരണം ലിംഗം എന്നുള്ള വാക്ക് നമ്മൾ ഇപ്പം തൽക്കാലം വേറൊരു വേർഡ് നമ്മൾ എന്താ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ് എനിക്ക് ആ വാക്ക് പറയേണ്ടി വന്നത്. ഇനി ഒന്ന് പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കില്ല. അത് മാത്രമല്ല വിശ്വാസത്തെ പറ്റിയും ഒക്കെ കൂടെ സംസാരിക്കാനായിട്ട് നമ്മോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ജിയോ ബേബിയാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോട് സംവദിക്കാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കൈരളി TV ആങ്കറായ സിന്ദൂരി വിജയനാണ്. സിന്ദൂരി വിജയനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഹ്യൂമനിസം എന്നൊരു വിഷയത്തിൻ്റെ വളരെ വിശാലമായ അർത്ഥതലത്തിൽ കുറേയധികം ആശയങ്ങൾ നമ്മുടെ കാതോരം ഇങ്ങനെ മുഴുകി കേൾക്കുകയായിരുന്നു. പാനൽ ചർച്ചയിലാണെങ്കിലും അല്ലാതുള്ള പ്രസൻറ്റേഷനിലാണെങ്കിലും വ്യത്യസ്തമായ വിഷയത്തിൽ ഹ്യൂമനിസം എന്താണെന്നാണ് ഇവർ ഓരോരുത്തരും പറയാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ചർച്ചകളെ കാണുന്നത്. അതേ വിഷയത്തിൽ ഹ്യൂമനിസത്തിൻ്റെ മറ്റൊരു പ്രസൻറ്റേഷൻ സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വിശാലമായ അർത്ഥതലം കൈകാര്യം ചെയ്തിരിക്കുന്ന സംവിധായകൻ, തിരക്കഥാകൃത്ത്, ആക്ടർ ജിയോ ബേബിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം അദ്ദേഹത്തിൽ ഹ്യൂമനിസം എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാൻ വളരെയധികം ആകാംക്ഷയുണ്ട്. സോ നമ്മുടെ ആങ്കർ പറഞ്ഞ പോലെ തന്നെ ലിംഗസമത്വം എന്ന വാക്ക് നമുക്ക് അല്പം മാറ്റിവെക്കാം. സമത്വം, വിശ്വാസം മലയാള സിനിമയിൽ, അതാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താങ്കളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നൽകിയിരിക്കുന്ന ഒരു വിഷയം. ശരിക്കും സമത്വം എന്നതുകൊണ്ട് താങ്കൾ അർത്ഥമാക്കുന്നത് എന്താണെന്നൊന്ന് പറയാമോ? നമസ്കാരം. ഇങ്ങനെ NRCയുടെ ഒരു പരിപാടിയിൽ സംസാരിക്കാൻ ഒരു വേദി കിട്ടിയതിലുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. ഈ ലിംഗസമത്വം എന്നുള്ള വാക്ക് എന്തിനാണ് മാറ്റി വെക്കുന്നത് എന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ഞാനതിനെ എതിർത്ത് സംസാരിക്കുകയല്ല, അതിനൊരു കുഴപ്പമില്ല. ലിംഗസമത്വത്തെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു പുരുഷ ലിംഗത്തെക്കുറിച്ചല്ല. ലിംഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ ജെൻഡർ എന്നുള്ളതേ ഉള്ളൂ. പുരുഷൻ, സ്ത്രീ, അതിനപ്പുറത്ത് വേറെ ജെൻഡേഴ്സ് ഉള്ള ഒരു കാലഘട്ടത്തിൽ ലിംഗസമത്വം എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരു പുരുഷ കേന്ദ്രീകൃതം പുരുഷ കേന്ദ്രീകൃതമല്ല, അത് പുല്ലിംഗം അല്ല. അത് എനിക്ക് തോന്നുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. നമ്മളോട് സെക്സ് എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ അല്ലേ ഇതിന് നമ്മൾ ലിംഗം എന്ന് ചോദിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതിന് അത്തരത്തിൽ ഭീകരമായി നമ്മളിതിൻ്റെ അകത്തേക്ക് കയറരുതെന്നാണ്. അതിനല്ല എതിർക്കേണ്ടത്. നമുക്ക് എതിർക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ആ വാക്കെ പിടിച്ച് നമ്മൾ സമയം പോലും കളയണ്ട. ആ വാക്കിന് പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കാം. നമുക്ക് ഈ പറയുന്ന അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം എന്താണെന്നുള്ളത് നമുക്ക് സംസാരിച്ച് നോക്കാം, ശ്രമിക്കാം. നമ്മുടെ വിഷയം സമത്വമാണ്. സമത്വവും വിശ്വാസവും മലയാള സിനിമയിൽ. അതിൽ സമത്വം എന്നതുകൊണ്ട് താങ്കൾ അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ സമത്വം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വൈകി മാത്രം അനുഭവിച്ച ഒരു കാര്യമാണ്. നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സാധനം ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് അപകടകരമായി തോന്നും, അല്ലേ? കടലിലേക്ക് ചാടി സ്കൂബ ഡൈവിങ് ചെയ്യാൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര പാടാണ്. നീന്താൻ തന്നെ എനിക്ക് അത്ര അറിയില്ല. അതേസമയത്ത് അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പാടുള്ള കാര്യമല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത്. നമ്മൾ വീട്ടിൽ ശീലിക്കുന്നില്ല സമത്വം എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പുരുഷന്മാരാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്, ലോകത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പുരുഷൻ്റെ തലയിൽ നിന്നാണ്. അപ്പം സമത്വം എന്ന് പറയുന്നത്
നമുക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. സമത്വം സ്വർഗതുല്യമായ, സ്വർഗവും നമ്മൾ അതുപോലെയാണല്ലോ, നമ്മൾ അനുഭവിച്ചിട്ടില്ല അല്ലെ, ഒരു പ്രതീക്ഷ, ഭയങ്കര സ്വർഗതുല്യമായ സ്വപ്നതുല്യമായ അനുഭവമാണ് സമത്വം എന്ന് പറയുന്നത്. സ്വന്തം ജീവിതം കൊണ്ട് അനുഭവിക്കാതെ നമ്മൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അനുഭവിക്കാനുള്ള സാഹചര്യം സാമൂഹികമായിട്ട് നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. നമ്മളെല്ലാം ഭയപ്പെടുകയാണ്. ഇപ്പോൾ സിനിമയിലാണെങ്കിലും ഏത് വർക്ക് സ്പേസിലാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും സമത്വം വരാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ നാളെ എന്തോ ചെയ്യാൻ പോകുന്നു, അല്ലെ എൻ്റെ മോൾ അങ്ങോട്ട് പോകുന്നു, എൻ്റെ മോൾ അങ്ങനെ പോകാൻ പാടില്ല, എൻ്റെ മോൾ ഇന്ന സമയത്തിനുള്ളിൽ വീട്ടിൽ ഈ ഒരു തരം ഭയത്തിൽ നിന്ന് ഉണ്ടായി വരുന്ന അധികാരം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഭയങ്കര കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന, എല്ലാവരെയും വിറപ്പിച്ച് നിർത്തുന്ന, എല്ലാവരും തങ്ങളുടെ കീഴിലാണെന്ന് പറയപ്പെടുന്ന ഈ പുരുഷൻ വളരെ നിസ്സഹായനും ഭയങ്കര ഭീരുവും മനസ്സിന് സ്ത്രീകളുടെ അത്രയും പോലും കട്ടിയില്ലാത്ത ഒരു ജീവിയാണ്. അപ്പോൾ അതൊരു തരം മാസ്കാണ്. നമ്മൾ ഇങ്ങനെ അങ്ങ് ഭരിച്ചങ്ങ് പോവുക. അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. വീട്ടിലുള്ള പെണ്ണുങ്ങൾ കാലങ്ങളായിട്ട് തന്നെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം സമത്വം നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു തരം ഫീലിങ്സും കൂടാണ്. ഒരുമിച്ച് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നു, അല്ലേ, ഒരുമിച്ച് നമ്മൾ സിനിമ കാണാൻ പോകുന്നു. ഇതൊക്കെ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയോ ഏറ്റവും അടുത്ത സമത്വം ഉള്ളവരുടെ കൂടെയും നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലേ. പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള സൗഹൃദത്തിലൊക്കെ നമുക്ക് ഈ സമത്വം ഉണ്ടാകാൻ പറ്റും. പക്ഷേ നമുക്കിത് വീടിനുള്ളിലില്ല, സ്കൂളിനുള്ളിലില്ല, ഒരിടത്തും ഇല്ല. നമ്മുടെ വർക്ക് സ്പേസിൽ അത് തീരെയില്ല എന്ന് തന്നെ വേണം പറയാൻ. നേരത്തെ ആരോ പറഞ്ഞു, നമുക്ക് ഈ രണ്ട് സൈഡ് നോക്കുമ്പോൾ എന്തോരം സ്ത്രീകൾ ഇല്ലാത്തതിന്റെ കാരണം, അല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളെല്ലാം തന്നെ വിവാഹം കഴിച്ചവരായിരിക്കും. ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാർ വിവാഹം കഴിച്ചവരായിരിക്കും. അവരുടെ ഭാര്യമാരെവിടെ എന്നുള്ള ചോദ്യം, അവരുടെ പെൺമക്കൾ എവിടെ, എങ്ങനെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം പോകുമ്പോൾ ഇതിന്റെ എല്ലാം പ്രശ്നം നമ്മുടെ നേരേക്ക് തന്നെ വരും. എനിക്ക് അങ്ങനെ നേരോട്ട് വരാൻ തുടങ്ങുന്നു എന്ന് എൻ്റെ ഒരു 36 വയസ്സിലൊക്കെ എനിക്ക് തന്നെ തോന്നുന്നത്. അത് തന്നെ അപ്പോഴേലും തോന്നിയത് എന്തോ ഒരു ഭാഗ്യം എന്നേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് ആർജിച്ചെടുത്ത ഒരു പ്രത്യേക കഴിവോ എൻ്റെ ക്വാളിറ്റി ഒന്നുമല്ല. എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് എനിക്കൊരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് ഭയങ്കര റോങ് ലൈഫാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമ ഉണ്ടാക്കിയത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ ഉണ്ടാകുന്നത് അനുഭവത്തിൽ ശേഷമാണ്. ചിന്ത വരാൻ തുടങ്ങുമ്പോഴാണ് ആ സിനിമയിലോട്ട് പോകുന്നത്. ഞാൻ എല്ലാ ദിവസവും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, വീടിൻ്റെ അടുക്കളയിൽ നിരന്തരമായി ജോലി ചെയ്യേണ്ടി വരുമ്പോൾ, ഇടയ്ക്കൊക്കെ അടുക്കള കയറുക, ഫുഡ് ഉണ്ടാക്കുക, തിരിച്ചു വരിക എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അടുക്കള ജീവിതം. പക്ഷേ നിരന്തരം ദിവസങ്ങളോളം മാസങ്ങളോളം അതിൽ നിന്ന് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബുക്ക് വായിക്കത്തില്ല, സിനിമ കാണാൻ പറ്റത്തില്ല. നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്ന മൊമെന്റിൽ ഞാൻ ആലോചിച്ചത് അമ്മയെപ്പറ്റിയും എൻ്റെ പാർട്ട്ണറെ പറ്റിയും അവിടെ. അപ്പം നമുക്ക് മനസ്സിലാകുക സമത്വം ഇല്ലായിരുന്നു എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിനിമയ്ക്ക് ശേഷം വന്ന വായനകളിൽ നിന്ന് അത് കുറേ കൂടെ നന്നായി. അതിൻ്റെ റിഫ്ലക്ഷൻസ് എൻ്റെയും എൻ്റെ പാർട്ട്ണറിൻ്റെ ലൈഫിലുണ്ട്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ 36 വയസ്സ് 37 വയസ്സിനൊക്കെ ശേഷമാണ് സമത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു ഇടം പോലും ഉണ്ടാകുന്നു. ഇപ്പോഴും എനിക്കവിടെ ചില പ്രിവിലേജുകളൊക്കെ ഉണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയൊക്കെ. അപ്പോൾ പോലും ഒരു ഡിസിഷനിൽ ഒരു സ്ത്രീയും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. അത് ഏറ്റവും വലിയ കാര്യം തൊട്ട് ഏറ്റവും നിസ്സാര കാര്യം വരെ ആവാം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് ചിലപ്പോൾ വീട് വാങ്ങുന്നതോ കാറ് വാങ്ങുന്നതോ പ്രോപ്പർട്ടി വാങ്ങുന്നതോ ഒക്കെ ഒരു പക്ഷേ ഭാര്യമാരുമായിട്ട് ഡിസ്കസ് ചെയ്തേക്കാം. അതിനൊക്കെ അപ്പുറത്ത് അവിടെ തൊട്ട് ഏറ്റവും നിസ്സാരമായ നമ്മൾ ഉപയോഗിക്കേണ്ട സോപ്പ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഏറ്റവും ചെറിയ കാര്യം വരെ, നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു വരെ ഉണ്ടാകുന്ന ഒരു തരം സമത്വം ഉണ്ടായി വരുമ്പോൾ ജീവിതം കുറെ കൂടെ രസകരമായി മാറും. ഈ ഒരുമിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ ഉപയോഗിച്ചൊരു വാക്ക് ഭാര്യ എന്നല്ല, പാർട്ട്ണർ എന്നാണ്, പങ്കാളി എന്നാണ് താങ്കൾ ഉപയോഗിച്ചത്. അങ്ങനെ ഒരു വാക്കിലേക്ക് മാറിയത് ഈ ഒരു സമത്വത്തിന് ശേഷമല്ലേ? അതിനു മുമ്പ് ഒരു പക്ഷേ താങ്കളും ഭാര്യ എന്ന് തന്നെ ആയിരിക്കില്ലേ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചെന്നോർത്തോ ഇല്ലെന്നോർത്തോ പ്രശ്നമൊന്നും. ഞാനിപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞെന്നോർത്തും കുഴപ്പമൊന്നുമില്ല. ഇതിലല്ല ഇതിൻ്റെ അത് കാര്യം ഇരിക്കുന്നത്. ഞാൻ എൻ്റെ പാർട്ട്ണർ എന്ന് 15 പ്രാവശ്യം പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം അവളോട് മോശമായിട്ട് പെരുമാറിയാൽ കാര്യമില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അതിലെല്ലാം കാര്യമില്ല. ഞാൻ ഭാര്യ എന്ന് ഉപയോഗിച്ചുകൊണ്ട് വൈഫ് എന്നുള്ളൊരു വേർഡ് ഇവിടെ ഉണ്ട്, വേണമെങ്കിലും ഉപയോഗിക്കാം. അത് അധികാരത്തിൻ്റെ ചിഹ്നമായി മാറുമ്പോൾ, അതൊരു അധികാര പ്രയോഗത്തിനുള്ള കാര്യങ്ങളായി മാറുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം. അല്ലാതെ അദ്ദേഹം പാർട്ട്ണർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, അദ്ദേഹം ഒരു മഹാനാണ് എന്നൊരർത്ഥമില്ല.
ഈ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വാക്കിലല്ല, എപ്പോഴും പ്രവൃത്തിയിലാണ് കാര്യം ഇരിക്കുന്നത്. ഈ പങ്കാളി എന്ന് പറയുമ്പോൾ പങ്കുവെക്കപ്പെടുക, അല്ലെങ്കിൽ ഇടം കൊടുക്കുക, ഒപ്പം നിർത്തുക, താങ്കൾ ഉപയോഗിച്ച പോലെ ഒരുമിച്ച് നിർത്തുക. അങ്ങനെ നമ്മൾ ആ ഒരു ചിന്ത നമ്മുടെ ഈ ഒരു താങ്കൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ആരൊക്കെയോ കൂടി ട്രെയിൻ ചെയ്ത് ഈ ഒരു മാസിൻ്റെ പുറത്ത് ജീവിക്കുന്ന പുരുഷ ജനതയ്ക്ക് അവർക്കൊന്ന് മാറി ചിന്തിക്കാൻ ഇത്തരം ചില വാക്കുകൾ കൂടി മാറേണ്ടതല്ലേ? അല്ല, അത് സംഭവിക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒപ്പം നിർത്തുക, ഒപ്പമായിരിക്കുക, ഒരേപോലെ കാണുക, ഇതൊരു പ്രോസസ്സാണ്. ഒപ്പം പിടിച്ച് നിർത്തേണ്ടതില്ല, അത് ഒരുമിച്ചുള്ള ഒരു അവസ്ഥയാണ്, അല്ലേ? ഞാൻ ഒപ്പം നിർത്തി, ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെയാണത്. അതങ്ങനെ കൊടുക്കേണ്ടതല്ല, അത് ഉണ്ടായി വരേണ്ടതാണ്. അത് ഉണ്ടായി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പ് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ പാടായിരിക്കും. നമ്മളെല്ലാം യൂസ്ഡ് ആരുടെയും കുറ്റമല്ല, നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ട് ജീവിച്ച് വന്നതാണ്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ അങ്ങനെ. പക്ഷേ നമുക്കിതെങ്ങനെ മാറ്റാമെന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ, ഇതൊക്കെ ഏറ്റവും കുഞ്ഞുങ്ങളിലേക്ക് പോകണം. നമ്മുടെ കരിക്കുലമൊക്കെ മാറണം എന്ന് എനിക്കൊന്ന് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ മാറി പുതിയൊരു ജനറേഷനെ ഉണ്ടാക്കാനുള്ള വലിയൊരു വിഷനോട് കൂടി നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 1ാം ക്ലാസ്സിലും 2ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാകുന്ന ജനറേഷൻ ആയിരിക്കാം കുറെ കൂടെ നന്നാക്കി മാറ്റം വരുത്താൻ പറ്റുക. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ 40 വയസ്സുണ്ട്. ഞാൻ ജനിച്ചു വളർന്നൊരു സാഹചര്യമൊക്കെ എനിക്കറിയാം. ഇപ്പോഴത്തെ, അതായത് ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അതിലും മോശമായിട്ട് വളരുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് മതത്തിൻ്റെ ആയാലും വിശ്വാസത്തിൻ്റെ ആയാലും, നമ്മൾ ഈ പറഞ്ഞ ജെൻഡറിൻ്റെ ഉൾപ്പെടെ ചില ഏരിയാസിലൊക്കെ മോശം, ചില ഏരിയാസൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിനൊരു മാറ്റം നമ്മൾ വരുന്നത് എല്ലാ ഏരിയയും കൂടെ മാറണമെന്ന് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസത്തിലൂടെയും നിയമത്തിലൂടെയും അങ്ങനെ ഒരു കൂട്ടായിട്ടുള്ളൊരു കളക്റ്റീവ് എഫേർട്ടിലൂടെ മാറാൻ പറ്റുള്ളൂ. ഇച്ചിരി സമയമെടുക്കും. പക്ഷേ ഈ ഒരു പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കുഞ്ഞുങ്ങളാണ്. ഈ മാറ്റത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത് കുഞ്ഞുങ്ങളിലാണ്. അവർ ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്നത് ഒന്ന് കുടുംബത്തിലും ഒന്ന് വിദ്യാലയങ്ങളിലുമാണ്. നമ്മുടെ പാഠ്യപദ്ധതിയാണോ, നമ്മുടെ വിദ്യാലയങ്ങളിൽ ആ പാഠ്യപദ്ധതിയിലൂടെ പഠിപ്പിക്കുന്ന അധ്യാപകരിലാണോ യഥാർത്ഥത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത്? ഞാൻ അന്വേഷിച്ചിടത്തോളം മാറിയ ഒരു പാഠ്യപദ്ധതിയാണ് നമ്മുടെ സിലബസ് ഇപ്പോൾ പുതിയത് കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങൾ ചെറിയ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഭയങ്കര റോങ് ആയിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ സ്കൂളുകളിൽ കേരളത്തിൽ വടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നാളെ തിങ്കളാഴ്ച ആണ് ഇവിടുത്തെ ഏതെങ്കിലും സ്കൂളിൽ പോയി നോക്കി, എല്ലാ സ്കൂളിലും വടി ഉണ്ടാവും. അത് റൂളാണ്, വടി ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷേ നമുക്ക് അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ വടിയില്ലാതെ, ചിലപ്പോൾ അവർ അടിക്കുന്നുണ്ടാവില്ല, വടി കാണിച്ച് പേടിപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്, അല്ലേ? ഭയപ്പെടുത്താൻ വേണ്ടി അടിക്കും. അപ്പം നമ്മൾ ആത്യന്തികമായി അന്വേഷിക്കുമ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും, അല്ലേ? അടിച്ചാൽ അല്ലെങ്കിൽ മത്സരിക്കാനാണ്. നമ്മുടെ സിനിമകളും അത് തന്നെ. ഒരാൾ അടിച്ചാൽ അയാളെ തിരിച്ചടിക്കുക. നമ്മുടെ നായകന്മാരെ ഏറ്റവും കൂടുതൽ അടി കൊടുക്കുന്നവരാണ്, അല്ലേ? നമ്മളൊരു തമിഴ് തെലുങ്ക് സിനിമയൊക്കെ കണ്ടാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് 5000-ലധികം ആൾക്കാർ മരിക്കും. അതെ. അപ്പോൾ ഇത്രയും അധികം ആൾക്കാർ മരിച്ചു വീഴുന്നോണ്ടിരിക്കുന്നതിനെ കൈയടിക്കുന്ന ഒരു തരം മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെങ്കിൽ ഈ നമ്മളിപ്പോൾ ഒരു കുഞ്ഞു കുട്ടി വീണാൽ ആ വീണ സ്ഥലത്തിനിട്ട് നമ്മൾ അടിക്കുമല്ലോ, അല്ലേ? ഒരു കസേരയുടെ സൈഡിലോ. അതെനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾക്കിടയിൽ വയലൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഒരു സിനിമയുടെ ഒരു പാട്ട് മാത്രം 3 മിനിറ്റുള്ള കാണുമ്പോൾ തന്നെ അതിൽ കമലഹാസൻ ഏകദേശം 45-50 വരെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ നമ്മുടെ സ്കൂളുകൾ പക്ഷെ അങ്ങനെയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ അടി ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഡാൻസ് കളിച്ച കുട്ടികൾ ശ്രീധനത്തിനെതിരെ അവർ ഡാൻസ് കളിക്കുന്നുണ്ട്, അല്ലേ? 1961 നിരോധിച്ച ഒരു ഡാൻസിനെതിരെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ഇന്നും നിങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക എന്ന് ഓർക്കുന്നെന്ന് പറയുന്ന പോലെ. അത് 1961 എത്ര വർഷം മുന്നേ നിരോധിച്ച, ഇന്നും നമ്മളിവിടെ ഇരിക്കുന്ന പലരും സ്ത്രീധനം കൊടുക്കുന്നതിൽ ഏതൊക്കെ വാങ്ങുന്നതിലോ ഭാഗമായിട്ടുള്ള മനുഷ്യരാണ്. തീർച്ചയായിട്ടും നേരിട്ടാണെങ്കിലും നേരിട്ടും അല്ലാതൊക്കെ. അപ്പൊ അതിന് ചില രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാവാനേ വഴിയുള്ളൂ. അതാ പറഞ്ഞത്, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ അപ്പോൾ എവിടെയാ? 61 നിരോധിച്ച സാധനത്തിന് നമ്മൾ ഇന്നും നമ്മുടെ പെൺപിള്ളേർ ഡാൻസും ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും ഗതികെട്ട അവസ്ഥയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. സിലബസ് ഒക്കെ നല്ലതാണ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാളി പോകുന്നുണ്ട്, ടീച്ചേഴ്സിൻ്റെ അപ്രോച്ച് പാളി പോകുന്നുണ്ട്. പ്രശ്നബാധിതമായ വീടുകളിൽ നിന്ന് അതിനേക്കാൾ പ്രശ്നബാധിതമായ സ്കൂളുകളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഉണ്ടായി വരുന്ന ജനറേഷൻ ഇങ്ങനെയൊക്കെ കാണിക്കത്തുള്ളൂ.
പിന്നെ ഒരു പക്ഷേ ആ കുഞ്ഞുങ്ങളെ പിന്നെയും സ്വാധീനിക്കുന്ന ഒന്ന് വീട്, ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂള്, അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ആസ്വദിച്ച് കാണുന്ന ഒന്ന് സിനിമയായിരിക്കും. സിനിമയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന, പുരുഷാധിപത്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു വികാരം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അവിടെ മാറ്റം കൊണ്ടുവരാ? ഇങ്ങനെ വരുന്ന മനുഷ്യരാണ് ഈ സിനിമയൊക്കെ എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ അതിൻ്റെ പ്രശ്നമാണ്. അപ്പം അവരെടുക്കുന്ന സിനിമകൾ അങ്ങനെ തന്നെ ആവും. അപ്പം എല്ലാ തരത്തിലും ഇപ്പോൾ ഈ ഇതെല്ലാം നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അല്ലേ. ആണുങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അങ്ങനെ വരെ സിനിമകളിലൂടെ ഇവിടെ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ സിനിമയിൽ ആയിട്ട് തുടങ്ങുന്നതല്ല, ഒരു തരം റിവേഴ്സ് കണ്ടീഷനിങ് സിനിമയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു തരം തിരിച്ച് പോക്കുണ്ട്, അല്ലെങ്കിൽ തെറ്റ് തിരുത്തലുകൾ. ഇപ്പോഴത്തെ തിരക്കഥകളൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതെല്ലാം ഭയങ്കര ക്ലിയർ ആണെന്നോ. നമ്മൾ ഭാഗമായിട്ടുള്ള സിനിമകളടക്കം അതെല്ലാം 100% ശരിയെന്നല്ല, പക്ഷേ ഒരു തരം തിരുത്തലുകൾ നമ്മൾ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴത്തെ റൈറ്റേഴ്സ് നമുക്ക് വരാനിരിക്കുന്ന സിനിമകളൊക്കെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര വിജിലൻ്റാണ് ഈ ഒരു കാര്യത്തിൽ. നമ്മുടെ സിനിമയിലൂടെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള വളരെയധികം സമൂഹത്തിന് മാറ്റം വരുത്തേണ്ടതാണ്. ആ മാറ്റം ഒരു ദിവസം സിനിമാക്കാർ വന്ന് ഉണ്ടാക്കുന്ന ഒരു മാറ്റമല്ല, അത് സമൂഹത്തിന്റെ കളക്റ്റീവായിട്ടുള്ള നമ്മുടെ ഇത്തരം വർത്തമാനങ്ങളും ഇവിടെ എഴുതപ്പെടുന്ന ബുക്കുകളും മനുഷ്യർ ചെയ്യുന്ന യാത്രകളും കണ്ടെത്തലുകളും അങ്ങനെയൊക്കെ ചേർന്ന് സിനിമ എൻ്റെ കൂടെ അങ്ങ് പോകുന്നതാണ്. എനിക്ക് പലപ്പോഴും തോന്നിയൊരു സംശയം, പ്രത്യേകിച്ചും ഇന്ന് നമുക്കിങ്ങനൊരു വിഷയം കിട്ടിയപ്പോൾ അപ്പോഴും തോന്നിയൊരു കാര്യം, ഈ സിനിമ എടുക്കപ്പെടുന്നത് പ്രേക്ഷകന് വേണ്ടിയിട്ടാണോ അതോ ഒരു ഭാഗം സിനിമയുടെ അണിയറ പ്രവർത്തകർ സൃഷ്ടിക്കുന്ന ഒരു സിനിമയ്ക്ക് അവർ ഒരു പ്രേക്ഷക സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നതാണോ? കാരണം പുരുഷ കേന്ദ്രീകൃതമായ ക്യാരക്ടറുകൾ നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ട് സിനിമക്കാർ ഉണ്ടാക്കുന്നതാണോ അതോ സിനിമയ്ക്കുള്ളിലെ പുരുഷ കേന്ദ്രീകൃത സമൂഹമാണോ ഇത്തരം കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്? അല്ല, പ്രേക്ഷകരെ സ്വീകരിക്കുന്നതിനനുസരിച്ചാണ് സിനിമകളുടെ ഒരു ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നവർ ഉണ്ടാക്കുക. അല്ലാതെ പ്രേക്ഷകർക്ക് ഇങ്ങനെ വേണമെന്ന് ഒരു പ്രേക്ഷകൻ ആരോടും പോയി പറയാറൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്താ പറയുക, വളരെ ഇത്തരത്തിൽ ഉള്ള നായകന്മാർ ഇപ്പം ഇത്രയും അധികം പേരെ കൊല്ലുന്ന നായകനെ സ്വീകരിക്കുന്നു അല്ലേ, അത് ബോക്സ് ഓഫീസിൽ വൻ വിജയമാകുന്നു. അടുത്ത സിനിമ ആലോചിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും. അത് സ്വാഭാവികമായി മാർക്കറ്റ് എന്ന് പറയുന്നത് വിപണി, പണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. പിന്നെ സാമൂഹ്യ അന്തരീക്ഷമുണ്ടല്ലോ, അത്തരം സിനിമകൾക്കായിരിക്കും പണം മുടക്കാൻ നിർമ്മാതാക്കൾക്ക് കുറച്ചുകൂടെ താല്പര്യം. ഇപ്പോൾ ഒരു നായിക പ്രാധാന്യമുള്ള സിനിമയ്ക്ക് നമുക്ക് ഇപ്പോഴും വളരെ പാടാണ് ചെയ്യാൻ. അതായത് അതിനൊരു നിർമ്മാതാവിനെ കിട്ടാനും ഒക്കെ വലിയ പാടാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം പത്മരാജൻ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് ഇപ്പോൾ ദേശാടന കിളികൾ കരയാറില്ല, 2 പെൺകുട്ടികളുടെ പടമാണ്. ഇനി അതല്ല, കൊമേഴ്ഷ്യൽ ഫിലിമിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ തലയാണ ബന്ധം എന്ന സിനിമ, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അത് ഹിറ്റായൊരു സിനിമയാണ്. ബോക്സ് ഓഫീസ്, എനിക്ക് അതിൻ്റെ ഒരു കളക്ഷൻ്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ അതിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഉർവശിയുടെ കഥാപാത്രമാണ്. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങളുള്ള സിനിമകൾ മലയാളത്തിൽ ധാരാളം വന്നിട്ടില്ലേ? ഉണ്ട്. അതിനൊക്കെ ഭയങ്കര അപകടങ്ങളുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉർവശിയെ ഓർമ്മിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ തൻ്റെ ഭർത്താവിന് സ്വൈര്യം കൊടുക്കാത്ത, ഭർത്താവിൻ്റെ തങ്ങളുടെ ജീവിതം തകർത്ത അല്ലേ ഉർവശിയായിട്ടാണ് നമുക്ക്. അതെ, അത്തരം സിനിമകൾ നമുക്ക് ആവശ്യമാണ്. മനുഷ്യരുടെ കഥകളാണ് നമുക്ക് ആവശ്യം. പക്ഷേ നമ്മൾ ഈ ഉദാഹരിക്കുന്ന സിനിമകൾക്കല്ല, ഏത് തരത്തിലുള്ള സിനിമ എടുത്തു നോക്കിയാലും പല തരം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ അല്ലേ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവായിട്ട് വന്നതിന് ശേഷമാണ് ഈ ഇത്തരം പഴയ കലാപ്രവർത്തനങ്ങളെ നമ്മൾ വീണ്ടും എടുത്ത് അനലൈസ് ചെയ്യുന്നത്. നല്ലതാണ് ഒരു തരത്തിൽ. അപ്പോൾ അത് ചെയ്ത ആൾക്കാരെ അവഹേളിക്കുക എന്നുള്ളതല്ല, ആ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അവരങ്ങനെ ചെയ്തു. അപ്പോൾ ഈ സിനിമ ചെയ്തവർ തന്നെ മികച്ച സിനിമകളും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരു കാലം സിനിമയിലും എല്ലാത്തരം കലയിലും അടയാളപ്പെടുത്തി വെക്കും. അപ്പോൾ അത് എഴുത്തുകാരും എല്ലാവരും ചെയ്യുന്നുണ്ട്, മാധ്യമ പ്രവർത്തകരും. നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതും നമ്മൾ ഇന്നത്തെ ഈ ഒരു 2024 നമ്മൾ അടയാളപ്പെടുത്തുക വേറൊരു തരത്തിൽ. ഇന്ന് നമ്മൾ ഇത്രയും മനുഷ്യർ ഇവിടെ കൂടിയിരുന്ന് ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചു എന്നുള്ളതുപോലെ സിനിമ അതിൻ്റെ ഒരു ബാക്കിയാണ്. ഈ സിനിമയിൽ കാലത്തിനനുസരിച്ച് മാറ്റം വരാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ? ഈ വിശ്വാസം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സിനിമ ഇപ്പം അവിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെക്കുറിച്ച് പറയുന്നൊരു സിനിമ പോലും പൂജയോടുകൂടി തുടങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ മലയാളത്തിലില്ലേ? വിശ്വാസവും മലയാള സിനിമയും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു സൗഹൃദമാണോ? എന്താണ് ശരിക്കും? അത് വളരെ ചില സമയത്ത് അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും.
ഞാനിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയിൽ ഒരു ഡയലോഗ് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ജാതീയമായ അടിച്ചമർത്തലിനെതിരെ ഒരു കഥാപാത്രം സംസാരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, വളരെ നല്ല ഭയങ്കര ഗംഭീരമായ ഡയലോഗാണല്ലോ, ജാതീയതക്കെതിരെ ഇങ്ങനെ തന്നെ മനുഷ്യർ സംസാരിക്കണം. അതിനുശേഷം നമുക്കവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് കാണാൻ പറ്റുന്നത് ഒരു വിഭാഗം ആൾക്കാർക്ക് ഒരു ഭക്ഷണവും വേറൊരു വിഭാഗം ആൾക്കാർക്ക് വേറൊരു ഭക്ഷണവുമാണ്. അത് അത്തരം ആശയം മുമ്പോട്ട് വെക്കുന്ന സിനിമകളെല്ലാം പൂജയോടുകൂടിയാണ് തുടങ്ങാറ്. എല്ലാ ദിവസവും തേങ്ങ ഉടയ്ക്കും. അത് ഇപ്പം നമ്മൾ ഈ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ അതിലുണ്ട്. സിനിമയ്ക്ക് അതൊക്കെ കുറച്ചുകൂടെ കൂടുതലാവും. അപ്പം എല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പോൾ എന്താ പറയാ, റോക്കറ്റ് വിടുമ്പം പോലും പൂജ നാരങ്ങ നമ്മുടെ സംസ്കാരം. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലും പോലും ഇത് വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ, വേറെ ആര് ചെയ്യുമ്പോഴും അല്ല ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്ഥലത്തും ഒക്കെ ഈ പരിപാടി നമുക്ക് കാണാം. സിനിമയിലും അതുണ്ട്. പിന്നെ ഒരു വർക്ക് സ്പേസിൽ ഹൈറാർക്കിയിലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്തുടരാനുള്ളൊരു വ്യഗ്രത സിനിമയ്ക്കുണ്ട്. സിനിമയിലെ ഏറ്റവും മുതിർന്നത് നിർമ്മാതാവോ സംവിധായകനോ ഒക്കെയാണ്. പിന്നെ അതിൻ്റെ താഴെ ഈ ക്ലാസ് ഡിഫറൻസ് സിനിമയെ എല്ലാ കാലത്തും കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കും. ഇപ്പോൾ ഒരു സംവിധായകന് അല്ലെങ്കിൽ കുറച്ച് നാൾ മുന്നേ വരെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടായിരുന്നു. അത് ബേസിക് ആയിട്ടുള്ള വർക്കേഴ്സിനാണ്. അപ്പോൾ അത് മാറിയിട്ട് എങ്ങനെയായി, ഈ ചില്ല് ഗ്ലാസ് ആയി. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും മറ്റേ മഗ്ഗാക്കി എന്ന് പറയുന്ന പോലെ ഈ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഞങ്ങളത് മാറ്റുമെന്ന് പറയുമ്പോൾ വേറെ സ്ഥലങ്ങളിൽ അതിനനുസരിച്ച് ഇതിൻ്റെ ഹയർ പൊസിഷൻസിലെ സൗകര്യങ്ങൾ കുറച്ചുകൂടെ കൂട്ടി വെക്കും. അതുപോലെ വളരെ രസകരമായ കാര്യമാണ്, സിനിമയിൽ ഉച്ച ലഞ്ച് കഴിഞ്ഞാൽ കടലമിഠായി കൊടുക്കും. ഒരു 100 പേരുള്ള ഒരു സെറ്റാണെന്നിരിക്കട്ടെ, ഒരു 30 പേർക്ക് ഈ കടലമിഠായിക്ക് അർഹതയുള്ളൂ. കടലമിഠായി എന്ന് പറഞ്ഞാൽ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ. അപ്പോൾ ബാക്കി 70 പേർക്കും കടലമിഠായി തിന്നേണ്ടവരല്ല എന്നൊരു തരത്തിലുള്ള പ്രഖ്യാപനമാണ്. അതിപ്പോൾ അത് പൈസ അല്ല, ഇപ്പോൾ 2 രൂപയുടെ സാധനമല്ലേ ഉള്ളൂ, അല്ലെ 1 രൂപയുടെ മിഠായി ഉള്ളൂ. ബാക്കി അത് പൈസയുമായിട്ട് ബന്ധമില്ല. അതിനൊരു ഇതുണ്ട്. അതിപ്പം ഈ കടലമിഠായി ഈ കൊടുക്കണ്ട എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അപ്പം എല്ലാ നിർമ്മാതാക്കളും ഇതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയുടെ പ്രൊഡ്യൂസർ ഇങ്ങനെ പറഞ്ഞു, കടലമിഠായി കൊടുക്കണ്ട, എല്ലാവർക്കും ഒരേ ഭക്ഷണം മതി. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകുമ്പോൾ ഈ ഫുഡ് കൊടുക്കുന്ന ആൾ വളരെ രഹസ്യമായിട്ട് നമുക്ക് എന്തോ മദ്യമൊക്കെ തരുന്നാലേ ഒരു കടലമിഠായി ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞു തന്നു. അപ്പോൾ അത് അദ്ദേഹത്തിനുള്ളൊരു ഭയമാണ്. അതായത് ഒരു സംവിധായകനെ കടലമിഠായി കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ഇനി എന്തെങ്കിലും പറ്റുമെന്നുള്ളത്. അപ്പം അത് ഇപ്പോഴും ഒരു ഭയമാണ്. മാറ്റാൻ പറ്റുന്ന നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. ആലോചിച്ച് കഴിഞ്ഞാൽ കൂട്ടായ ഒരു തീരുമാനം എടുക്കുക, കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതുള്ളത് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ താങ്കൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ, അതായത് ജാതീയതയുടെ ഇത് പറഞ്ഞിട്ട് പിന്നീട് 2 തരത്തിലുള്ള ഭക്ഷണം കിട്ടിയത്, അതിനുശേഷമാണോ ശ്രീധന്യ കാറ്ററിംഗ്സ് ചെയ്തത്? കാരണം ശ്രീധന്യ കാറ്ററിംഗ്സിൽ ഇതേ ഒരു സെയിം ക്യാരക്ടർ, ഞാൻ ആ ക്യാരക്ടറിന്റെ പേര് മറന്നുപോയി, മനോരഥൻ അല്ലേ, മഹോന്നതൻ, അതെ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു മദ്യസൽക്കാരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള മദ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു നേർചിത്രമായിട്ടാണോ ആ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, അതൊക്കെ നമ്മൾ കുറെ നാൾ മുന്നേ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഇവിടെ അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. അതായത് ഭക്ഷണത്തിലെ വേർതിരിവ് നമുക്ക് എല്ലായിടത്തും നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണത്. ഇപ്പം ബൈബിളിൽ കാനായിൽ കല്യാണത്തിന് പോയൊരു കഥയാണ് എനിക്ക് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം ജീസസ് കല്യാണത്തിന് പോകുമ്പോൾ അതിന് വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ വന്നത്, കല്യാണത്തിന് പോകുന്നു, ജീസസ് അവിടെ ചെല്ലുന്നു, മദ്യം തീരുന്നു അല്ലെങ്കിൽ വീഞ്ഞ് തീരുന്നു, ഈ സൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആൾക്ക് നാണക്കേടുണ്ടെന്ന് ജീസസ് കൽഭരണികളിൽ വെള്ളം നിറച്ചിട്ട് മദ്യം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ വീഞ്ഞുണ്ടാകുന്ന മാജിക്കാണ് ബൈബിളിൽ. അതിനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ജീസസ് അവിടെ ചെല്ലുന്നു, ഇതുപോലെ ഒരു സ്ഥലത്ത് നമുക്കിപ്പം ഇവിടെ ഒരു ഹൗസ് വാമിങ് നടക്കുന്നു, കല്യാണം നടക്കുന്നു. എങ്ങനെയായിരിക്കും അവിടുത്തെ മദ്യ സൽക്കാരം? അവിടുത്തെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മുന്തിയനം മദ്യം കഴിക്കുകയും അതിന് താഴെയുള്ള ആൾക്കാർ അതിന് താഴെയുള്ള മദ്യം കഴിക്കുകയും, സാധാരണ മനുഷ്യർക്ക് നമ്മൾ ഈ പറയുന്ന ജവാനോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് അല്ലേ എല്ലായിടത്തും. നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണിത്, കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ.
അപ്പോൾ ഇതും ജീസസ് പോകുന്ന സ്ഥലത്തും ഇങ്ങനെ തന്നെ പലതരം മദ്യങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നിങ്ങൾ എന്നാ സ്മോളൊന്നും അടിക്കുന്നില്ല എന്ന് ജീസസ് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾക്ക് മദ്യം കിട്ടാൻ പോലും യോഗ്യതയില്ലാത്തവരാണ്, ഞങ്ങൾ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ജീസസ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതെന്ത് പരിപാടിയാണ്, നിങ്ങളെല്ലാവരും കുടിക്കുമ്പോൾ ഇവർക്ക് മാത്രം മദ്യം കൊടുക്കാത്തത് എന്തൊരു വൃത്തികേടാണ്. അങ്ങനെ ജീസസ് ഇടപെട്ടിട്ട് ഈ കല്യാണ വീട്ടിലെ ആളെക്കാരെ കൊണ്ട് അവസാനം അയാൾക്ക് മടുത്തിട്ട് അവരുടെ കൂടെ കൊടുത്തേക്കാൻ പറയുന്നു. അങ്ങനെ എല്ലാവർക്കും മദ്യം വിളമ്പിയപ്പോൾ അതിലൊരുത്തൻ വിളിച്ചു പറഞ്ഞു ജീസസ് വെള്ളം വീഞ്ഞാക്കി. അപ്പോൾ അവർക്ക് വെള്ളമാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് അപ്പം ഈ കഥ ബൈബിളിലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ രസമുണ്ടായിരുന്നു അല്ലേ. ഇതിനാവശ്യമില്ലാത്ത ഈ ജീസസ് ക്രൈസ്റ്റിനെ മജീഷ്യനൊക്കെ ആക്കി മാറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കഥയുടെ ഭംഗി എന്ന് പറയുന്നത്. അതാണ് ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്തത്. അതാണ് ഷൂട്ട് ചെയ്തത്. അതെ ശരി. എനിക്കിപ്പോ തോന്നുന്നു കർത്താവിന്റെ ഒരു ചായയൊക്കെ ഉണ്ട് 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 ഇപ്പൊ തോന്നുന്നു. നമ്മൾ അന്നേരം അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് സിനിമ ഓടിയില്ല. സിനിമ എൻ്റെ ഏറ്റവും പരാജയപ്പെട്ട സിനിമയാണ്. അല്ലെ സീരിയസ്ലി ഞാൻ പറയട്ടെ, നമ്മുടെ യൂട്യൂബിൽ ഇത് അടിച്ചു കൊടുത്താൽ ഒരു 17 വീഡിയോസ് അത് ആമസോണിലുണ്ട്. ആമസോണിൽ നിന്ന് കാണുക, അല്ലെങ്കിൽ ടെലഗ്രാമിൽ നിന്ന് ഇതായിട്ട് ഇത് കാണുക. യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ പീസായിട്ട് കിട്ടുള്ളൂ. നല്ലൊരു പടമാണ്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എല്ലാ പടങ്ങളും മനോഹരമാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഇദ്ദേഹത്തിൻ്റെ ആശയം എന്താണെന്ന് എനിക്ക് തോന്നുന്നു കുറേ കൂടി സീൻ ബൈ സീൻ എഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ശ്രീധന്യ കാറ്ററിങ്സ്. കാരണം ഓരോ സീനിലും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് ഇദ്ദേഹത്തിന് സമൂഹത്തിനോട് പറയാനുള്ളതെന്ന്. നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ വിശ്വാസം ആണല്ലോ, ഈ പലപ്പോഴും വിശ്വാസം എന്ന വാക്കിനെ വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നില്ലേ? കാരണം വിശ്വാസം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് മതത്തിനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് നമ്മൾ കൂട്ടിച്ചേർക്കുന്നില്ലേ? വിശ്വാസം ശരിക്കും മനോഹരമായ ഒരു വാക്കല്ലേ. ഇപ്പം എനിക്ക് താങ്കളോട് താങ്കളുടെ സിനിമയിലുള്ളതൊരു വിശ്വാസമല്ലേ. അതുപോലെ ഈ വിശ്വാസം എന്ന വാക്കിനെ ഈ പറഞ്ഞ പോലെ ലിംഗം എന്ന് പറയുന്നത് പുരുഷനിലേക്ക് മാറ്റുന്നു പോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കല്ലേ. ഇപ്പം നമ്മുടെ വിഷയവും ക്യാപ്ഷനും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതിനെ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് അപ്പോൾ ഐ ട്രസ്റ്റ് യു എന്ന് പറയുന്നതും അല്ലേ, അതാണ് വിശ്വാസം എന്ന് എനിക്ക് നിന്നെ വിശ്വാസമാണ്. അത് നമുക്കൊരു ഫ്രണ്ടിനോട് പറയാം, പാർട്ണറോട് പറയാം. പക്ഷെ പൊതുസമൂഹത്തിൽ അത് പറയുമ്പോൾ അത് മതത്തിലേക്ക് എങ്ങനെയോ കൊണ്ടുവന്ന് എത്തിപ്പെടുന്നു. ഒരു വിശ്വാസി എന്ന് പറയുന്നതിനെ ഒരു നെഗറ്റീവ് ആവുന്നു. അതെ, എല്ലാത്തിലും നമുക്ക് മതം എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. അങ്ങനെ അങ്ങനെ അത്തരം ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജനിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ. അത് കുറെ കൂടെ തീവ്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അത്ര ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ കണ്ടറിയണം. ഈ ഒരു കുറച്ചുകൂടി നമുക്ക് ഒരു ലളിതവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കട്ടെ, ഈ വിശ്വാസം, ഈ പറഞ്ഞ അന്ധവിശ്വാസം, ഞാൻ അതിനെ അങ്ങനെ അങ്ങാക്കാം, അന്ധവിശ്വാസത്തെ മാറ്റാൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ താങ്കളുടെ ചുറ്റുപാടുമുള്ളവരുടെ അന്ധവിശ്വാസം മാറ്റാൻ ചെയ്യുന്ന ഒരു ലളിതമായ ഒരു കാര്യം പറയാമോ? എന്ത് ചെയ്തിട്ടായിരിക്കും അന്ധവിശ്വാസത്തെ മാറ്റുക? ഒന്നും ചെയ്യുന്നില്ല, ഞാൻ മാറി നിന്ന് ചിരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാറുന്നതല്ല. നമുക്ക് കൂടിപ്പോയാൽ നമ്മുടെ ഇപ്പം എൻ്റെ ചേച്ചി ഉണ്ടല്ലോ, എൻ്റെ സ്വന്തം ചേച്ചീനെ എനിക്ക് ഇതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ അമ്മ, അങ്ങനെ ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നേ. എന്നാൽ എൻ്റെ ഫാദർ നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ അനിയത്തി ഈ പറഞ്ഞ പോലെ വിശ്വാസിയല്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ളവരെ പോലും നമുക്കിത് മാറ്റാൻ പറ്റുന്നില്ല, എപ്പോഴും കൂടെയുള്ള മനുഷ്യർ. പിന്നെ എങ്ങനെയാണ് നമ്മൾ അയലോകത്തൊക്കെ പോയി ഇടപെടുന്നത്? ശരിക്കും അത് മാറേണ്ടതല്ലേ? നമുക്കൊരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അത് മാറേണ്ടതിൻ്റെ ഒരു അത്യാവശ്യത്തെക്കുറിച്ച് പറയാമല്ലോ. മാറേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയാമല്ലോ. അത് എനിക്ക് തോന്നുന്നത് മാറിയാൽ നല്ലതായിരുന്നു അല്ലേ എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്തുകൊണ്ടായിരിക്കും നല്ലതാവുക? കുറച്ചുകൂടി ഒന്ന് വിശദമാക്കാമോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചെയ്തപ്പോൾ താങ്ക്സ് സയൻസ് എന്ന് വെച്ചു. അതിന് 2 സിനിമ മുന്നേ എൻ്റെ സിനിമ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ക് ഗോഡ് കാണാം, എൻ്റെ തന്നെ സിനിമയിൽ. അപ്പോൾ താങ്ക് ഗോഡിൽ നിന്നും താങ്ക്സ് സയൻസിലേക്കുള്ള ഒരു മാറ്റമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ വിശ്വാസം ഇവിടെ നിൽക്കുന്നു എന്നുള്ളത്. താങ്ക് ഗോഡ് എന്ന് വെച്ചപ്പോൾ ആരും ഒന്നും ചോദിച്ചില്ല. താങ്ക് സയൻസ് എന്ന് വെച്ചപ്പോൾ എന്ന് വെച്ചാൽ എന്തിനാ അങ്ങനെ വെച്ചത്, അത് ഭയങ്കര തീവ്രമായ അല്ലെങ്കിൽ വളരെ വിപ്ലവമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിലെവിടാണ് വിപ്ലവം ഇരിക്കുന്നത് അല്ലേ? ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ താങ്ക് സയൻസ് എന്ന് വെച്ചതിന് നിങ്ങൾ എന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ താങ്ക് ഗോഡ് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നവരോട് പോയി ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ? നിങ്ങൾ ഇത്തരം വിശ്വാസം ഇല്ലാത്ത മനുഷ്യരോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല.
വിശ്വാസികളോട് വേണേൽ ചോദിക്കാം, എന്തിനിടെ വിശ്വസിക്കുന്നതെന്ന്. അതെ, വിശ്വാസം ഇല്ലാത്തവരോട് നമ്മൾ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. അല്ല, ഞാൻ പറഞ്ഞതാ, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് എന്താണ് ഒരു കാര്യമല്ല, ഉത്തരം പോലും ഇല്ല. അല്ല, അതൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷെ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം കാതൽ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ, കാതൽ എന്ന സിനിമയിൽ ഈ മാത്യു തൻ്റെ പിതാവായ ദേവസ്യോട് പറയുന്നുണ്ട്, അന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, അച്ചാച്ചനോടെല്ലാം ഡോക്ടർ പറഞ്ഞതല്ലേ, പിന്നെയും എന്തിനായിരുന്നു ഈ പരീക്ഷണം എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ സയൻസ് ഉണ്ടായിരുന്നു, ശാസ്ത്രമുണ്ടായിരുന്നു. ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ തൻ്റെ മകൻ്റെ പ്രശ്നവുമായി ഈ പിതാവ് മകനുമായി ഒരു ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇദ്ദേഹം മകനെ വിവാഹം കഴിപ്പിച്ചാൽ ശരിയാക്കുമെന്ന രീതിയിൽ പുള്ളി മാറിയത്, പുള്ളി ഒരു തൻ്റെ മതത്തിൽ നിന്ന് താൻ പുറത്താക്കപ്പെടുമോ എന്ന രീതിയിലൊരു വിശ്വാസി ആയതുകൊണ്ടാവില്ലേ? അവിടെ അത് പറഞ്ഞ് താങ്കളെന്ന സംവിധായകൻ പറഞ്ഞു വെക്കുന്നതല്ലേ? മതം മാത്രമല്ല, മതമുണ്ട്, സാമൂഹ്യമായി പുറന്തള്ളപ്പെടും മനുഷ്യർ. മതപരമായും അതെ, സാമൂഹ്യമായി പുറന്തള്ളപ്പെടും, കുടുംബപരമായി. മതം, സമൂഹം, കുടുംബം, ഇത് മുഴുവൻ മനുഷ്യൻ്റെ അഭിമാന പ്രശ്നങ്ങളാണ്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ചാച്ചൻ അതുകൊണ്ട് തന്നെയാണ് അത് മറച്ചു വെക്കുന്നതും വിവാഹം കഴിച്ചാൽ ശരിയാവുമെന്ന്. അത് നമ്മൾ ഇത്തരം മനുഷ്യരോട് മാത്രമല്ല, നോർമലി എല്ലാവരോടും പറയുന്ന കാര്യം, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് അങ്ങനെ പറഞ്ഞതാണ്. അപ്പം അവിടെ ഈ പറഞ്ഞ വിശ്വാസത്തെ ഈ ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഈ ഒരു സാമൂഹ്യ ചുറ്റുപാടിനെയാണ് മനുഷ്യൻ ഭയക്കുന്നത്. ഈ സാമൂഹ്യ ചുറ്റുപാടിനെ ഭയക്കാതെ തന്നിലേക്ക്, തൻ്റെ സ്വത്വത്തിലേക്ക് പോകുന്നൊരു സമൂഹത്തെ അല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്? അതെ, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സിനിമയിലൂടെ താങ്കളുടെ മുന്നോട്ടുള്ള സിനിമകളിൽ താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കാരണം താങ്കൾ കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രം എടുക്കുന്ന ഒരാളല്ലല്ലോ. സിനിമ, ഏത് സിനിമയും കൊമേഴ്ഷ്യൽ ആണ്. നമ്മൾ ഒരു സിനിമ ചെയ്യാൻ കുറേയധികം പണം വേണം. ആ പണം തിരിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് വീണ്ടും സിനിമകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും കൊമേഴ്ഷ്യൽ സിനിമ, അല്ലെങ്കിൽ പണം തിരിച്ചു കിട്ടണം എന്ന ആഗ്രഹത്തോടെയാണ് എല്ലാ സിനിമയും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞാൻ മനഃപൂർവ്വം ഇത്തരം സിനിമകളിൽ പോയി പെടുന്നതല്ല, സീരിയസ്ലി ഞാൻ മനഃപൂർവ്വം അടുത്തത് എൻ്റെ മനസ്സിലെ ആഗ്രഹം മനുഷ്യർക്കെല്ലാം തിയേറ്ററിൽ പോയിരുന്ന് ചിരിക്കാൻ പറ്റണം, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ സമൂഹം നമ്മളെ ബാധിക്കും. ചില സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന, എനിക്ക് സിനിമ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള സിനിമകളാണ് ഈ കാതലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണൊക്കെ. കാരണം നമുക്ക് അത്രമാത്രം നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഹോണ്ട് ചെയ്യുന്നൊരു വിഷയം വന്നാൽ മാത്രമേ സിനിമ ചെയ്യത്തുള്ളൂ. അതാണ് സിനിമ ചെയ്യാനുള്ള അതിപ്പോൾ ഈ പറഞ്ഞൊരു എൻ്റർടൈനർ ആണല്ലോ, അത് നമുക്ക് ആ സിനിമ ചെയ്യാൻ ഒരു തരം കൊതി ഉണ്ടാവണം. അപ്പോഴാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത സിനിമയിലൂടെ എന്ത് മാറ്റമാണ് വരുത്തുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ തൽക്കാലത്തേക്കെങ്കിലും അത്തരം സിനിമകളിൽ ലേബൽ ചെയ്യപ്പെടാതിരിക്കണം എന്നൊക്കെയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നമ്മുടെ ഒരു കരിയറും ഫിലിമോഗ്രാഫിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തങ്ങളായ സിനിമ ഉണ്ടാക്കാൻ പറ്റിയാൽ സന്തോഷം ഉണ്ടാവും. അത് അറിയത്തില്ല നമുക്ക് അടുത്ത ആലോചന ഒക്കെ നടക്കുന്നതെല്ലാം കുറെ കൂടെ ഒരു തരം എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങളും നമ്മളെ അലട്ടുന്നുണ്ട്. കാരണം അങ്ങനെ ആവുമ്പോഴാണല്ലോ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു വിഷയം നമ്മളെ വേട്ടയാടുമ്പോഴാണല്ലോ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അങ്ങനെ ഉണ്ടായ ഒരു സിനിമയാണല്ലോ. താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ അടുക്കളയിൽ താങ്കൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ് ആ സിനിമയായിട്ട് മാറിയത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ സിനിമാ മേഖല എടുക്കുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി എന്നൊരു വിഷയം, പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നു എന്ന് കുറേ സ്ത്രീകൾ പറയുകയാണ്. അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം ഇതൊക്കെ ഒരു വിഷയമായിട്ട് താങ്കൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? കാരണം സിനിമയിൽ മാത്രമല്ല, ഞാൻ ഒരിക്കലും ഹേമ കമ്മിറ്റി സിനിമ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, എല്ലായിടത്തും ഉണ്ട്. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമുള്ളതോ ഒന്നുമല്ല. തങ്ങളെക്കാൾ ശക്തി കുറഞ്ഞവർ ഉള്ള എല്ലാ സ്ഥലത്തും പവർ ഗ്രൂപ്പ് ഉണ്ട്. വീടുകൾക്കുള്ളിലുണ്ട് പവർ ഗ്രൂപ്പ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ് അല്ലേ? വീട്ടിൽ ഒരു കുട്ടി, ഒരു മകളോ മകനോ ആയിക്കോട്ടെ, എനിക്ക് ഈ വിഷയം പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഒരു പവർ ഗ്രൂപ്പ് അവിടെ ഉണ്ടായി വരും. അമ്മാവൻ, അമ്മായി, അല്ലേ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ, അങ്ങനെ ഇവനെ കൊണ്ട് അല്ലെ ഇവളെ കൊണ്ട് ഈ വിഷയം പഠിക്കാനിരുന്ന ഒരുത്തനെ കൊണ്ടോ ഒരുത്തിയെ കൊണ്ടോ വേറെ ഒരു താല്പര്യവും ഇല്ലാത്ത പരിപാടിയിലേക്ക് ഇവർ വിടും. അത് എല്ലായിടത്തും ഉണ്ട്, സിനിമയിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം സിനിമയ്ക്കുള്ളിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റീസ് ഉണ്ട്. അതിൽ ഇത്ര സ്ത്രീകൾ വേണമെന്നുണ്ട്, ഒരു വക്കീൽ വേണമെന്നുണ്ട്. അപ്പം അവിടെ വരുന്ന പരാതികൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ചിലപ്പോൾ എല്ലാ കേസിലും അല്ല ഞാൻ പറയുന്നത്. അത് അവിടെ ഒരു സ്വാഭാവികമായിട്ട് അധികാരമുള്ള മനുഷ്യർ ഉണ്ടാവും. അത് അവർ ഒത്തുതീർപ്പാക്കുകയോ കംപ്ലയിൻറ്റ് അർഹിക്കുന്ന പ്രാധാന്യം ഇല്ലാതെ പോവുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നു, ഇത്ര വർഷങ്ങൾക്ക് ശേഷം പെണ്ണുങ്ങൾ വന്ന് കംപ്ലൈൻറ്റുകൾ പറയുന്നതാണ് അതിൻ്റെ അത്രയെങ്കിലും നമുക്ക് ആ കമ്മിറ്റി ഉണ്ടോ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് വർക്ക് സ്പേസിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, ഉറപ്പായിട്ടും കൊണ്ടുവരും. അതെല്ലാ വർക്ക് സ്പേസിലും വരും. അതിന് കാരണമായത് നമുക്ക് ഇവിടെയുള്ള പെണ്ണുങ്ങളാണ്. സിനിമയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ WCC ആണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശരി. ഈ ഒരു ശരിക്കും ഇതിനോട് വലിയൊരു കൈയടി കൊടുക്കേണ്ടത്, കാരണം സ്ത്രീകൾ എന്താണെന്ന് സ്ത്രീകൾ മനസ്സിലാക്കിയത് WCCയിലൂടെയാണെന്ന് പറയേണ്ടി വരും മലയാള സിനിമയിലെങ്കിലും. ഈ ഒരു സ്ത്രീകളുടെ ഇപ്പം താങ്കൾ പറഞ്ഞില്ലേ, ഈ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുന്നു. ഈ അങ്ങനെ ഒരു ശക്തിയുള്ള ഗ്രൂപ്പിനെ നയിക്കുന്നത് പുരുഷന്മാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും താങ്കൾ ആദ്യം പറഞ്ഞതാണെങ്കിൽ ഈ പുരുഷന്മാർ ഒരു മാസാണ്, അവർക്ക് ഒരു തരത്തിലുള്ള ശക്തിയും കാര്യങ്ങളും ഇല്ല, അവരെ അങ്ങനെ മോൾഡ് ചെയ്ത് വരികയാണ്. അവരെ അങ്ങനെ ആക്കുന്നത് ഈ സ്ത്രീകളാവില്ലേ? അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു സഹായമോ സഹകരണമോ അതിലേക്ക് എത്തിപ്പെടുകയല്ലേ അവിടെ ചെയ്യുന്നത്? അവരുടെ ഒരു പവർ ഇല്ലാതെ ഈ പവർ ഗ്രൂപ്പ് ഉണ്ടാവുമോ? ഞാൻ നേരത്തെ അതായത് ജയശ്രീ സംസാരിച്ചപ്പോൾ അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ജയശ്രീ പറഞ്ഞാണ് അതിൻ്റെ അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പാട്രിയാർക്കിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, ഫങ്ഷൻ ചെയ്യണമെങ്കിൽ സ്ത്രീകളെ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരും ഇതിൻ്റെ വിക്ടിംസാണ്. അവർക്കറിയത്തില്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് പോലും എതിരായിട്ടാണെന്ന് അറിയാതെ നമുക്ക് ബലിയാടാവുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, ഇവരെ കൊണ്ട് അങ്ങനെ പെരുമാറ്റങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത് ഒക്കെ പുരുഷാധിപത്യം തന്നെയാണ്. നമുക്കത് പ്രത്യക്ഷത്തിൽ ഒരു സ്ത്രീ വേറൊരു സ്ത്രീക്കെതിരെ, അല്ലെങ്കിൽ സ്ത്രീകൾ ഇതെല്ലാം നശിപ്പിക്കുന്നു, സ്ത്രീകൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്നൊക്കെ നമുക്ക് ഇതിന് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഫിസിക്കലി അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ അതിന് മൂലമായി കാരണം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ബേസ് റൂട്ടിലോട്ട് പോകുമ്പോൾ ഈ പുരുഷ സമൂഹം തന്നെ പ്രതിയായി കാണാൻ പറ്റും നമുക്ക്. ഈ പലപ്പോഴും ജയശ്രീ ആ ഒരു പാനൽ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ പ്രണയം, വിവാഹം, ഇതൊക്കെ സ്ത്രീക്ക് പലപ്പോഴും അവൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യം ലഭിക്കാതെ പോകുന്ന ഒന്നല്ല. ഇപ്പം താങ്കൾ ചില ഇൻ്റർവ്യൂസിൽ പറഞ്ഞ പോലെ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീ പ്രണയിക്കപ്പെടുകയല്ല, അവൾ പ്രണയിച്ച് അവൾ അതിനകത്ത് വീണ് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലൈഫ് ലോങ് അവൾ നേരിടേണ്ടി വരികയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഈ വിവാഹം, കുടുംബം, അതിലേക്ക് ഒരു സ്ത്രീ എത്തണം, അല്ലെങ്കിൽ ഇങ്ങനൊരു കുടുംബം ഉണ്ടാവണം, എങ്കിലേ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം വരത്തുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെക്കുന്ന ഒരു സിസ്റ്റം അല്ലേ? ശരിക്കും ആദ്യം പൊളിയേണ്ടത് ആ സിസ്റ്റം അല്ലേ? സിസ്റ്റം പൊളിക്കുവാണോ അതോ ഒരു ഡീകൺസ്ട്രക്ട് ചെയ്യണ്ടോ ആണോ? എനിക്കും ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളിൽ നമ്മൾ ഇതിൻ്റെ എക്സ്പേർട്ട് അല്ല അല്ലേ. എനിക്ക് കുടുംബം എന്ന് പറയുന്ന സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം, ഭയങ്കര പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ വിവാഹം കഴിച്ചതും കൊണ്ട് ആയതുകൊണ്ടും കൂടെ കൂടുതലായിട്ട് അറിയാം. ഇതിനെ എങ്ങനെ ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ വിവാഹം എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ കല്യാണം എന്ന് പറഞ്ഞാൽ ആദ്യമായി കാണുന്ന നിമിഷയും സുരാജും, ഞാൻ അവിടെ എഡിറ്റ് ചെയ്തിരിക്കുന്ന പോലും പർപ്പസ്ഫുള്ളിയാണ്. രണ്ടുപേരും ചായ കുടിക്കുന്നു, എവിടെ പഠിച്ചതെന്ന് ചോദിക്കുന്നു, പിന്നെ ജം കട്ടാണ് വിവാഹം എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ പലരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് പ്രേമിച്ച് വിവാഹം കഴിക്കുന്നുണ്ട്. ഈ വിവാഹം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലേ? ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരാളെ വിവാഹം കഴിച്ച് കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടുന്ന് കെട്ടും പിറക്കൊക്കെ എടുത്ത് ഒരാൾ കോഴിക്കോട്ടേക്ക് പോവാം അല്ലേ? സ്വന്തം വീട്, അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ, അയലോക്കം, ഒരു ചവിട്ടി നിന്ന ഭൂമി വിട്ടിട്ട് ഒരാളെ ചുമന്നുകൊണ്ട് കോഴിക്കോട് കൊണ്ട് ഇട്ടു എന്ന് വിചാരിക്കുക അല്ലേ? ഇനി ആ കോഴിക്കോടുള്ള ആൾക്ക് കണ്ണൂർ വരെ ഒന്ന് വരണമെങ്കിൽ ഇവൻ്റെ പെർമിഷൻ വേണം അല്ലേ? അവൻ്റെ അപ്പൻ്റെ പെർമിഷൻ വേണം, അമ്മയുടെ പെർമിഷൻ വേണം. എന്തൊക്കെ നഷ്ടങ്ങളാണെന്ന് ആലോചിച്ചേക്ക്. ഇവിടെയുള്ള സുഹൃത്തുക്കൾ അല്ലേ? ഈ മറ്റേ കോഴിക്കോട്ടുള്ള ചങ്ങാതിക്ക് കാര്യമായ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇല്ലാന്ന് അവൻ അതിന് പുരുഷനെ കൊണ്ട് പ്രതിക്കൂട്ടി നിർത്തുകയല്ല, അവൻ വൈകുന്നേരങ്ങളിലെ ഇടപെടലുകൾ കൃത്യമായി നടക്കും. കൂട്ടുകാർ, അവൻ്റെ ജോലി സ്ഥലങ്ങൾ മാറുന്നില്ല. അപ്പം ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ടല്ലോ, ഭയങ്കര. നമ്മൾ നേരത്തെ പറഞ്ഞ തുല്യത എവിടെയാണ്? അപ്പോൾ ഇതിന് തുല്യത ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ഭയങ്കര ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായി വരുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്, സ്നേഹവും പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ പരിപാടി മാറ്റണം. ഈ ഒരു സിസ്റ്റം അതായത് നടപ്പിലാക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥലത്ത് തുല്യതയില്ലാത്ത ഇടപാടുകളുണ്ട് അല്ലേ? നമ്മൾ ഇപ്പോൾ നേരത്തെ നമ്മൾ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ നമ്മുടെ വീട് നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി അല്ലേ? ഈ സ്വന്തം വീട്ടിലും പോയി അധികം ദിവസം നിൽക്കാൻ പറ്റത്തില്ല. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരാഴ്ച കൂടുതൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. തീർച്ചയായിട്ടും അവിടെ സ്വന്തം വീട്ടിലല്ലേ പോലും അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ പ്രശ്നമാണ്.
പിന്നെ ആകെ പ്രശ്നമാകും. പിന്നെ എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ തിരികെ വരും. അതാണ് ഒരു തരത്തിലും ഇവർക്കൊരു സമാധാനമില്ല, സ്വസ്ഥതയില്ല ഈ പെണ്ണുങ്ങൾക്ക്. അപ്പോൾ അവിടെയാണ് മാറ്റം, ആ ഒരു നടപ്പിലാക്കുന്ന രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിൻ്റെ ഒരു എക്സ്പേർട്ട് അല്ല. ആ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യാൻ ഞാൻ എക്സ്പേർട്ട് അല്ല. വിഷയം ഉണ്ടെന്ന് പറയാൻ എനിക്കറിയാം. അനുഭവം. ഈ ഇതിന്റെ കൂട്ടത്തിൽ ചോദിക്കട്ടെ, താങ്കളുടെ അഭിപ്രായത്തിൽ പ്രണയം എന്താണ്? പ്രണയത്തെ ഒന്ന് നിർവചിക്കാമോ? അനുഭവം വെച്ച് പറഞ്ഞാൽ മതി. അതായത് അനുഭവസ്ഥനായ വ്യക്തിപരമായി അല്ലേ ഓരോ വ്യക്തിക്ക്. ഞാനിപ്പോൾ ഇവിടുത്തെ പ്രണയത്തെ നിർവചിച്ചിട്ട് എന്തായാലും ഗുണമുണ്ടോ ആർക്കെങ്കിലും? അല്ലേ? അല്ല, എന്നാലും അറിഞ്ഞിരിക്കാമല്ലോ. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ സമൂഹത്തില് ഇപ്പം പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ വളരെയധികം തെറ്റ് വന്നിരിക്കുന്ന ഒരു വാക്കാണ് പ്രണയം. ഏത് പ്രണയിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം പുരോഗമനം പറഞ്ഞാലും എന്തോ ഒരു പ്രശ്നമുള്ള കാര്യമാണെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. അവർ എൻ്റെ മകനും മകൾക്കും ഒരു പ്രണയമുണ്ട് എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് അവർ ആദ്യം ചിന്തിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒന്നുണ്ടല്ലോ, എന്താണ് പ്രണയം, എങ്ങനെയാണ് പ്രണയം നല്ല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടത്? അല്ല, അതിന് ഞാൻ പറയട്ടെ, ഇത് പല രീതിയിൽ നമുക്കിതിനെ ആൻസർ ചെയ്യാം. ഇപ്പം നമുക്ക് ഒരിക്കലും ഉപേക്ഷിച്ച് പോരാൻ പറ്റാത്ത ഒന്നിനെ ഭയങ്കര പ്രണയമായിട്ട് പറയാം, അല്ലേ? ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ മരണം കൊണ്ടോ മരിച്ചാലും ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കോ ആ പറയുന്ന സാഹചര്യത്തിനോ നമ്മുടെ ഓർമ്മകളൊക്കെ അവിടെ ഉണ്ടാവും. അതിനെ നമുക്ക് പ്രണയം എന്ന് വിളിക്കാം. ഒരു വ്യക്തിയാവാം, വസ്തുവാം, എന്തുമാവാം. ഇനി നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് നമ്മൾ വിളിക്കുന്ന ഭാര്യ എന്ന് വിളിക്കുന്ന ആളുടെ അടുത്ത് എന്ന് പറയുകയാണ് എനിക്കൊരു പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ ആദ്യത്തെ റിയാക്ഷൻ? അല്ലെ, നമ്മുടെ ഭാര്യ വന്ന് നമ്മുടെ അടുത്ത് പറയാം എനിക്ക് മറ്റൊരാളുമായി പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിയാക്ട് ചെയ്യുക? ചിലപ്പോൾ അല്ലേ ഓവർ റിയാക്ട് ചെയ്യും. അതെ. ഇതേ പാർട്ട്ണറുടെ അടുത്ത് എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളെ കൊല്ലേണ്ടി വന്നു എന്ന് പറയാം, നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കും, അല്ലേ? നമുക്ക് ഫൈറ്റ് ചെയ്യാം, കോടതി പോവാം, എങ്ങനെയും ഇല്ലാത്ത പേടിക്കണ്ട, കൂടെ ഉണ്ട്. അതേ സമയത്ത് ഏറ്റവും മനോഹരമായെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പ്രണയത്തിലാണെന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമായി. അതുകൊണ്ട് ഇത് ഓരോരുത്തരുടെ സൗകര്യമാണ്. എൻ്റെ പോളിസി അതാണ് കേട്ടോ. ഓരോരുത്തരുടെ സൗകര്യം, ഓരോരുത്തരുടെ പ്രണയത്തിന് നിങ്ങൾ തന്നെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയെടുക്കുക, ഐഡിയോളജി ഉണ്ടാക്കിയെടുക്കുക, പ്രണയിക്കുക, അത്രേ ഉള്ളൂ. ഈ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രണയം എനിക്ക് തോന്നുന്നു ഒത്തിരി സംസാരിക്കേണ്ട വിഷയം തന്നെയാണെന്ന്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ ഇന്നത്തെ സമൂഹത്തിലെ എല്ലാവരെയും വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. അവരെല്ലാവരും അതിലൂടെ കൂടുതൽ ഇൻവോൾവ് ആവുന്ന ഒന്നാണ്. 30കളിലെ പ്രണയം, 40കളിലെ പ്രണയം എന്ന് പറഞ്ഞ് ഒത്തിരി ആളുകൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ശരിക്കും പ്രണയത്തിന് അങ്ങനെ പ്രായപരിധിയൊക്കെ ഉണ്ടോ? എന്താണ് ഈ 30കളിലെ 40കളിലെ പ്രണയം എന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹം സംവദിക്കുന്ന താങ്കളുടെ പേജിലും ഫീഡിലും വന്നിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. ചുമ്മാ ഈ ലൈക്ക് കിട്ടാൻ വേണ്ടി ഓരോന്നും പടച്ചു വിടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ചില റീൽസ് അല്ലേ, നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളുടെ ഫോട്ടോയും സാരിയൊക്കെ കൊടുത്ത് കമ്മലൊക്കെ ഇട്ട് നടക്കുന്ന അങ്ങനത്തെ ഫോട്ടോസും ഈ റീൽസും നല്ല മ്യൂസിക്കോടെ വെച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു 40-കാരിക്കോ 30-കാരിക്കോ അയച്ചു കൊടുക്കാനും തോന്നും. അത്രയും രസമുള്ള അതിനുള്ളൂ. ഏത് പ്രായത്തിലും പ്രേമം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, അല്ലേ? നമുക്ക് ഏറ്റവും അവസാനം മരിക്കാൻ കിടക്കുന്ന മുൻപ് വരെ നമ്മുടെ ഓർമ്മയും ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ പോലും നമുക്ക് സ്നേഹവും പ്രേമവും പലരോടും തോന്നാമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കാതൽ എന്ന സിനിമയിൽ ഇതുപോലെ ഒരു പക്ഷേ ആൾക്കാർ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു പ്രണയത്തെയാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് താങ്കൾ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഓമനയുടെ പ്രണയം ഓമനയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു, തങ്കനും മാത്യുവും അവരുടെ പ്രണയത്തിലേക്ക് തിരിച്ചു പോകുന്നു. ആ ഒരു പ്രണയ സങ്കല്പത്തെക്കുറിച്ച് കൂടി പറയാമോ? കാരണം ഈ ഒരു സ്ത്രീയും പുരുഷനും അവരുടെ 2 വിഭാഗങ്ങളിലുള്ള പ്രണയമാണ് ആ കണ്ടത്. അതന്നെ നേരത്തെ നമുക്ക് ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത, അല്ലേ? മരണം കൊണ്ട് പോലും ചിലപ്പോൾ അത്തരം മനുഷ്യരെ നമുക്ക് മറക്കാൻ പറ്റത്തില്ലായിരിക്കും. ഒരിക്കലും അവരെ ഒരു ഉപേക്ഷിക്കലില്ല പ്രണയത്തിൽ. ഇപ്പം മാത്യുവിൻ്റെയും തങ്കത്തിൻ്റെയും പ്രണയം എടുത്താൽ അങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തങ്കൻ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് മാത്യുവിന് ഓൾറെഡി ഒരു അച്ഛനുണ്ട്, വൈഫുണ്ട്, അമ്മയുടെ ഓർമ്മകളുണ്ട്, മകളുണ്ട്. സ്നേഹം പല രീതിയിൽ ചുറ്റും കിട്ടുന്ന ഒരു മനുഷ്യനാണ് തങ്കൻ എന്ന് പറയുന്ന. അയാൾക്ക് മാത്യു മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ തങ്കൻ്റെ പ്രണയമാണ്, മാത്യുവിനോടുള്ള ഒരു പ്രണയമാണ് ഭയങ്കര തീവ്രമായിട്ടുള്ളതെന്ന് തോന്നുന്നു.
അവിടെ ഈ ഒരു സാമ്പത്തികത്തിൻ്റെ ഹയറാർക്കിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു വെച്ചു. കാരണം തങ്കന് കൊടുക്കുന്ന ഈ രാജൻ മേശ്ശേരി കൊടുക്കുന്ന ഉപദേശം അങ്ങനെയാണല്ലോ, അവർക്കെല്ലാം ഉണ്ട്, നിനക്കൊന്നുമില്ല, അവസാനം നീയേ ദുഃഖിക്കുള്ളൂ. അപ്പോൾ അവിടെയും ഈ പ്രണയത്തിലാണെങ്കിലും ഈ പറഞ്ഞ ഏത് കാര്യത്തിലാണെങ്കിലും സാമ്പത്തികം ഒരു വലിയ വിഷയമാണെന്നാണല്ലോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും അടിസ്ഥാനം സമ്പത്താണെന്ന് ഒരു, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്കാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആവുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടോ താങ്കളുടെ സിനിമയിൽ? അങ്ങനെ പറയുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും. കാതൽ അങ്ങനെ അല്ലല്ലോ പറയാ. കാതൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി സ്നേഹം തന്നെയാണല്ലോ ജയിക്കുക. അപ്പോൾ ആ ക്ലാസ് ഡിഫറൻസിൽ നമ്മുടെ എല്ലാ തരം ഇടപെടലുകളും ക്ലാസ് ഡിഫറൻസിൽ അനുസരിച്ച് മാറും. ഇപ്പോൾ മാത്യുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ ആരും കുണ്ടെന്ന് എഴുതി വെക്കുന്നില്ല. കാരണം എന്താ, അത് കുറച്ച് അപ്പർ ക്ലാസ്സാണ്. എന്നാൽ തങ്കൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അത് എഴുതി വെക്കാൻ തോന്നും ചില ആൾക്കാർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ അങ്ങനെ പറയുന്ന മനുഷ്യരെല്ലാം പണമാണ് വലുതെന്ന് പറയുന്ന മനുഷ്യരൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് സിനിമയിലെങ്കിലും ജയിക്കുന്നത്, സിനിമയിൽ സ്നേഹമാണ് ജയിക്കുന്നത്. പക്ഷെ അവിടെയും ഓമന എടുക്കുന്ന ഒരു ഇതിലല്ലേ മാത്യു അതിലൊരു സ്റ്റെപ്പും വെക്കുന്നില്ലല്ലോ. ഓമനയല്ലേ അവിടെ ഇങ്ങനൊരു, അപ്പം മാത്യുവിനൊന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ടാണ്. കാരണം ഓമന അങ്ങനെ ഒരു സ്റ്റേജ് എടുത്തില്ലായിരുന്നു എങ്കിൽ അതങ്ങനെ തുടർന്നുകൊണ്ട് പോകും. തങ്കനൊരിക്കലും തങ്കൻ്റെ പ്രണയം പൂർണ്ണമാവത്തുമില്ല. അതെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓമന അങ്ങനെ ഒരു വലിയൊരു എഫേർട്ട് എടുക്കാൻ ഓമന ഇത്രയും 10-25 വർഷത്തിന് ശേഷം അങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നു? മാത്യുവിന് ആ ഒരു തീരുമാനം എടുക്കാനുള്ള ആർജവമോ ധൈര്യമോ എന്തുകൊണ്ടില്ല? ഓമനയ്ക്ക് അങ്ങനെ ഒരു ധൈര്യം വരുന്നു? അതൊക്കെയാണല്ലോ ആ സിനിമ. എന്തുകൊണ്ടായിരിക്കും ആ ധൈര്യം വന്നത്? അതൊന്ന് വിശദമാക്കാം. ഓമനയ്ക്കോ? അല്ല താങ്കളുടെ അല്ല, ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ എന്തുകൊണ്ട് ഓമന 20 വർഷം മുന്നേ അത് ചെയ്തില്ല? ഓമനയ്ക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അയാളൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയില്ല? അല്ലേ, ഒന്നൊക്കെ ഇറങ്ങി പൊക്കൂടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. അതൊന്നും ചോദിക്കാൻ പറ്റാതെ ഈ പറയുന്ന കുടുംബ സാമൂഹിക മതപരമായ വ്യവസ്ഥ കാരണം ഈ പറഞ്ഞ പോലെ മാത്യു എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിച്ച് ഇവിടവും ജീവിക്കുന്നു. പിന്നെ മനുഷ്യർ ജീവിച്ച് മനുഷ്യർക്ക് മാറ്റങ്ങളുണ്ടാവും. വായിക്കുന്ന പുസ്തകങ്ങൾ, പരിചയപ്പെടുന്ന മനുഷ്യർ. മകള് കോളേജിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഞാൻ ആ സിനിമയിൽ പറയാതെ എൻ്റെ ഉള്ളിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മകളിലൂടെയാണെങ്കിലും അമ്മയ്ക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അവളുടെ 19-ാമത്തെ വയസ്സിൽ അവൾ എന്ത് ചിന്തിക്കുന്നു? കാരണം മാത്യു കോളേജിൽ പോയി മോളോട് അമ്മ കേസ് കൊടുത്തതിന് പറയുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. സോ മകളോട് ഡിസ്കസ് ചെയ്തിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. കാലം മനുഷ്യർ മാറ്റം ഉണ്ടാക്കും, അങ്ങനെയല്ലേ? ഇപ്പം എത്രയോ മനുഷ്യർ എത്രയോ വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് അവർക്ക് ആ ആർജവം ഉണ്ടാകുന്ന വൈകിയായിരിക്കും. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്താണ് അവർ വന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ഇപ്പോഴാണ് പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ ഉള്ളൂ ഓമനയുടെ കാര്യം. ഈ നമുക്ക് സ്ത്രീകൾക്ക് അല്ലെ പെണ്ണുങ്ങൾക്ക് പറ്റാത്ത ഇടങ്ങളിൽ വീണ്ടും വീണ്ടും അവർ നിൽക്കേണ്ടി വരുന്നത് ഈ ഒരു ആർജവമില്ലാത്തതിൻ്റെ ആയിരിക്കില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു താങ്കളുടെ ഒരു ഇൻ്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട്, പറ്റാത്ത ഇടങ്ങൾ വന്നാൽ അവിടെ നിറങ്ങി ഓടണം, അവിടെ ഇനി നിന്ന് പോവരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിത് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ഓമനയ്ക്ക് പറ്റി, അല്ലെങ്കിൽ നിമിഷ സജിൻ്റെ ആ ക്യാരക്ടറിന് പറ്റി. ഇത് പറ്റാത്ത കുറേയധികം പെണ്ണുങ്ങൾ ഇപ്പോഴും ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും പുറത്താണെങ്കിലും നിലനിൽക്കുകയാണ്. അവർക്ക് ആ ഒരു ആർജവം ഉണ്ടാവേണ്ടതിൻ്റെ അതിപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയാണോ, ഇത്തരം സംസാരങ്ങളിലൂടെയാണ്? എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും അവരവിടെ അങ്ങനെ തന്നെ തളച്ചിടപ്പെടുന്നത്? ഇതൊക്കെ സിനിമയിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എഴുതി വെച്ചാൽ മതി, ഷൂട്ട് ചെയ്താൽ മതി. പക്ഷേ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഓരോ മനുഷ്യരുടെയും മെൻ്റൽ ഹെൽത്ത്, അവരുടെ അവസ്ഥ, അവർക്ക് ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കാനുള്ള ശേഷി, ഇതൊക്കെ ഓരോ മനുഷ്യരും വ്യത്യസ്തമാണ്. സമയമെടുക്കും പല കാര്യങ്ങൾക്കും. അത് ഇപ്പം നമുക്ക് പറയാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് പറ്റാത്തടത്തൊന്ന് മാറി നിൽക്കൂ, അന്നേരം നോ പറയണ്ടായിരുന്നോ, അന്നേരം അയാളുടെ ചെവി കുറ്റിക്ക് അടിക്കണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് മാറി നിന്ന് പറയാം. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നില്ലല്ലോ നമ്മുടെ തോട്ട്സ് ഒന്നും. അതുകൊണ്ട് ഈ പറയുന്ന കുറേ കൂടെ തുറന്ന് ജീവിക്കാൻ ശ്രമിക്കുക. കുറേ കൂടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, കുറേ കൂടെ മനുഷ്യരുമായിട്ടും കുറേ കൂടെ വായനയും കുറേ കൂടെ ഈ പറയുന്ന പോലെ ചുറ്റുപാടുകളിലേക്കുള്ള കുറച്ചും കൂടെ അന്വേഷണങ്ങൾ നമ്മളെ കുറച്ചും കൂടെ ആർജവമുള്ളവരാക്കി മാറ്റുമായിരിക്കാം. ലോകത്ത് എന്ത് നടക്കുന്നു എന്നൊക്കെയുള്ള അന്വേഷണങ്ങളെ അതെനിക്കൊരു പക്ഷേ സോഷ്യൽ മീഡിയ നമ്മുടെ ഒരു ലോകം വല്ലാത്ത മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പാനൽ ചർച്ചയിൽ പറഞ്ഞല്ലോ, പലരും എഴുതാൻ തുടങ്ങാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടി അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ റീൽസിനെ പറ്റി പറഞ്ഞു. റീൽസിലൂടെ എന്തോരം ടാലൻറ്റുകളാണ് പുറത്തു വരുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായമായവരും അല്ലാത്തവരും ഒക്കെ. അപ്പോൾ അതൊക്കെ ഓരോ സാധ്യതകളാണ്. അത്തരം സാധ്യതകളെ ഉപയോഗിക്കുക. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് എത്രത്തോളം വ്ളോഗേഴ്സ് ഉണ്ടായി. അപ്പോൾ അതെല്ലാം മാറ്റങ്ങളാണ്. അത്രയും കാലം ഒന്നും ചെയ്യാതിരുന്ന ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു.
അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്ത വിഷയങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അതൊരു വിശ്വാസമാണ്. അല്ല, മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റങ്ങൾ നമ്മൾ സാമൂഹ്യമായിട്ടുള്ള ഓരോ തരത്തിലുമുള്ള പുതുക്കൽ അല്ലെങ്കിൽ പുരോഗമനം നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് മാറ്റങ്ങളുണ്ടാവും, മനുഷ്യർക്ക് മാറ്റങ്ങളുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഈ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വീണ്ടും പോവുകയല്ല, ഈ ഒരു മാറ്റം ഈ കഴിഞ്ഞൊരു 10 വർഷം എടുക്കുകയാണെങ്കിൽ താങ്കളുടെ ലൈഫിൽ കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ പറയാമോ? ഈ പറഞ്ഞ രീതിയിൽ താങ്കൾ ഈ ഒരു സമൂഹത്തിൽ മാറിയതിൽ താങ്കൾക്ക് വ്യക്തിപരമായി തോന്നിയ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഒന്ന്, ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ അത്ര ഒരു മാറ്റമാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അങ്ങ് ഉണ്ടാക്കുകയല്ല. ഇത്രയും കാലം കേരളത്തിലെ സാഹചര്യം എടുത്താൽ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്. പെണ്ണുങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ച ജയശ്രീയൊക്കെ എൻ്റെ വലിയ ഭാഗമാണ്. അപ്പോൾ അത്തരം മനുഷ്യരെടുത്ത വലിയൊരു എഫേർട്ടുണ്ട്. അത്രയും കാലം ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള ബുക്കുകളുണ്ട്. KG ജോർജ് സാർ എന്ന് പറഞ്ഞ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനെടുത്തിട്ടുള്ള ആദാമിൻ്റെ വയലിൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തന്നെയാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിന് ശേഷം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായപ്പോൾ ഞാനൊരു ഫിലിം മേക്കർ ആയതുകൊണ്ട്, എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ഞാൻ ഇതിലെ സിനിമ ആലോചിക്കുന്നു, സിനിമ ചെയ്യുന്നു. ആ മാറ്റം ഈ ഒരു തോട്ട്സ് എൻ്റെ മനസ്സിൽ വരുന്ന സമയം തൊട്ട് ഞാൻ വായിക്കാൻ തുടങ്ങുന്നത്, അന്വേഷിക്കാൻ തുടങ്ങുന്നത് പെണ്ണുങ്ങൾ എന്തെഴുതുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പേരെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ 3 വർഷം എടുത്തു എഴുതാൻ. ആ 3 വർഷക്കാലം ഞാൻ ആണുങ്ങൾ എഴുതിയതൊന്നും വായിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇച്ചിരി കടന്നു പോകും. എന്നാലും 90% ഞാൻ വായിച്ചിട്ടുള്ളത് പെണ്ണുങ്ങൾ എന്ത് എഴുതുന്നു. അത് ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവാൻ വേണ്ടി ചെയ്തതാണ്. ഓരോ കാര്യങ്ങളെയും അതിനെൻ്റെ പാർട്ണർ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തി എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കുറേ കൂട്ടുകാരികൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്, നമ്മൾ അവരോട് കുറേ വർത്തമാനം പറയാൻ തുടങ്ങുന്നത്. അവസാനം എൻ്റെ അനിയത്തിയുടെയും എൻ്റെ പാർട്ണറുടെയും വലിയൊരു ആവശ്യമായി മാറി, ഞാൻ ഈ സിനിമ പെട്ടെന്ന് ചെയ്യേണ്ടത്, ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവോ ഈ സിനിമ, കുറേ നാളായി കൊണ്ട് നടക്കുന്നു. എപ്പോൾ കണ്ടാലും എൻ്റെ അനിയത്തി അങ്ങനെ നീ ആ സിനിമ എന്തായി, അപ്പോൾ അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഒന്ന് ചെയ്യാവോ പെട്ടെന്ന്. അപ്പോൾ അപ്പോൾ നമ്മുടെ കൂട്ടുകാരികളൊക്കെ ഇവരുടെ എല്ലാം കഥകൾ കേൾക്കുമ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൻ്റെക്കാളും 1000 മടങ്ങ് ഭീകര അവസ്ഥയിലാണ് നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാരികളടക്കം. അപ്പോൾ എൻ്റെ അനിയത്തി എന്നോട് ഭയങ്കരമായിട്ട് ഓപ്പൺ ആവുന്നു. അവളുടെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, എൻ്റെ കസിൻസ്. അപ്പോൾ ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും എനിക്ക് പല സ്ഥലത്തു നിന്നും കിട്ടിയതാണ്. നമുക്കറിയാമല്ലോ അത്തരം മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു മാറ്റം സാമൂഹ്യ മാറ്റത്തിനോടൊപ്പം സംഭവിക്കുന്നതാണ്. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ ഇച്ചിരി പ്രോഗ്രസീവ് ആയേക്കാന്ന് ഓർത്ത് ചെയ്യുന്ന സിനിമയല്ല. വേറൊരു മാറ്റം പറഞ്ഞാൽ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെ ഭയങ്കര ഫെമിനിസ്റ്റ് സിനിമ എന്നൊക്കെ വിളിക്കുന്ന സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഡയറക്ഷൻ ടീമിൽ ഒരൊറ്റ പെങ്കൊച്ചില്ല. അത് വേറൊരു രീതിയിൽ നോക്കുമ്പോൾ ഭയങ്കര മോശമല്ലേ അല്ലേ? വർക്ക് സ്പേസിൽ സ്ത്രീകളില്ല. അവിടുന്ന് 2 വർഷം കഴിഞ്ഞിട്ട് കാതൽ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ 2 പെൺപിള്ളേരുണ്ട്. അത് വേറൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് വല്ലാത്ത മാറ്റം നമ്മുടെ ക്രിയേറ്റീവ് ഡിസ്കഷനിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെൺപിള്ളേരോടും കൂടി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇത്ര നാൾ നമ്മുടെ ക്രിയേറ്റീവ് ഡിസ്കഷനിൽ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെണ്ണുങ്ങൾ വരുന്നുണ്ട്, എൻ്റെ പാർട്ണർ എൻ്റെ ക്രിയേറ്റീവ് ഹെഡായിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇപ്പോൾ കാതലിനെ കുറിച്ച് പറഞ്ഞാൽ കാതലിൻ്റെ എല്ലാ സീനുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിലെല്ലാം ഈ പെൺപിള്ളേരുടെ ഇൻപുട്സ് ഉണ്ട്. എല്ലായിടത്തും ഇല്ലെങ്കിലും അവരുടെ തോട്ട്സ് അതിൻ്റെ അകത്തുണ്ട് എന്ന് പറയാൻ പറ്റും. അത് നമ്മുടെ ടീം വർക്കിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഒരു പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളായിട്ട് അതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം അതുവരെ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇവരുടെ അനുഭവങ്ങൾ, ഇവരുടെ കഴിവുകൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. ഇതേപോലെ ഇനി മുന്നോട്ടുള്ള, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ താങ്കളിലേക്ക് എത്തിച്ചേരുന്ന, താങ്കൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടാകുന്ന, കൊതി തോന്നുന്ന സിനിമകളിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു മാറ്റം പറയാമോ? ഇപ്പം ഈ താങ്ക്സ് ഗോഡ് എന്ന് വെക്കുന്നതും താങ്ക്സ് സയൻസ് വെക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു മാറ്റം, അത്യാവശ്യം കടലമുട്ടായി ഞാൻ എല്ലാവർക്കും കൊടുക്കുമെന്നോ, അങ്ങനെ താങ്കൾ നിർമ്മിക്കുന്ന സിനിമകളിൽ? നമ്മുടെ സെറ്റിൽ കടലമുട്ടായി ഇല്ല. നമ്മൾ നിർമ്മിക്കുന്ന സിനിമകളിൽ കടലമുട്ടായി ഇല്ല. അവിടെ കടലമുട്ടായി കൊണ്ടുവന്നാൽ എല്ലാവർക്കും കൊടുക്കും. അത് ഭയങ്കര പാടാ. അത് ഈ ഒരു കടലമുട്ടയൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സിനിമയിലൂടെ ഇന്ന മാറ്റം കൊണ്ടുവരുന്നൊന്നും പറയാൻ എനിക്ക് വയ്യ. എനിക്കറിയില്ല എന്ത് മാറ്റം സംഭവിക്കുമെന്നൊന്നും.
അത് വരട്ടെ, സിനിമ വരുമ്പോൾ ഇപ്പം അങ്ങനെ ഭയങ്കര മാറ്റം മറിക്കും. ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കുന്നത് തന്നെ ഏതെങ്കിലും ഫെസ്റ്റിവലിലൊക്കെ സെലക്ഷൻ കിട്ടുമായിരിക്കും, അല്ലാതെ ഇവിടുത്തെ മനുഷ്യരൊന്നും ഇത് കാണാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചുണ്ടാക്കിയ സിനിമ ഞാൻ അതുകൊണ്ട് തന്നെ അത് ഒരു പ്രൊഡ്യൂസർക്കും നഷ്ടം ഉണ്ടാക്കേണ്ട, ഒരു പ്രൊഡ്യൂസർക്കും ആ സിനിമ ബാധ്യതയാവണ്ടെന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ കോളേജിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്നാണ് ആ സിനിമ നിർമ്മിച്ചത് പോലും. ഒരുപാട് പൈസ മുടക്കി നിർമ്മിച്ച സിനിമയല്ല അത്. ഇങ്ങനെ വർക്കായപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയത്. എല്ലാ സ്ഥലത്തു നിന്നും റിജക്റ്റ് ചെയ്ത സിനിമയാണ്. ഭയങ്കര രസകരമായൊരു കാര്യം കൂടെ പറയാം. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എല്ലാ മേജർ OTT പ്ലാറ്റ്ഫോംസിൽ നിന്നും റിജക്റ്റ് ചെയ്യുന്നു. കേരളത്തിലെ എല്ലാ മേജർ ടെലിവിഷൻ ചാനലുകളും റിജക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്ത് കണ്ടെത്തിയ നീ സ്ട്രീം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ സിനിമ റിലീസ് ചെയ്യുന്നു. സിനിമ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈറലാവുന്നു, അല്ലെങ്കിൽ വളരെ ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെടുന്നു. എല്ലാ സ്ഥലത്തു നിന്നും ആ സിനിമയ്ക്ക് വീണ്ടും കോൾ വരുന്നു, ചാനലിൽ നിന്ന് വിളിക്കുന്നു, ഞങ്ങൾക്ക് ആ സിനിമ വേണം. അത് ആമസോൺ പ്രൈമിൽ രണ്ടാമത് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇതിനെ ഇരുന്ന് റിജക്റ്റ് ചെയ്തത് മുഴുവൻ പുരുഷന്മാരാണ്. അപ്പോൾ അത് ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇവർ തീരുമാനിച്ചു. എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. ഇത് വിൽക്കുന്ന സിനിമയൊന്നും അല്ല, അധികം പേരൊന്നും കാണത്തില്ല, അല്ല അവാർഡ് കാറ്റഗറി പെട്ട് പോകുന്ന സിനിമ എന്ന് എൻ്റെ മനസ്സിലും. ഞാനൊരു പുരുഷനാണല്ലോ കേരളത്തിൽ ജീവിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഇതങ്ങ് കാണാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. അങ്ങനെ ഈ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ കാരണം ഇവന്മാരുടെ തീരുമാനം തെറ്റായിരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലായി, ഇവന്മാർക്ക് തന്നെ മനസ്സിലായി. രണ്ടാമത് ഇതിപ്പം എല്ലായിടത്തും ഉണ്ട് പടം അല്ലേ, അത് അവൈലബിൾ ആകാൻ പറ്റുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ആ സിനിമ വന്നു. നമുക്ക് കുറേ പൈസ ഉണ്ടാക്കി തന്ന ആ സിനിമ. അതായത് റിജക്റ്റ് ചെയ്തത് പുരുഷന്മാരും അത് വീണ്ടും അവരെ കൊണ്ട് റീതിങ്ക് ചെയ്യിച്ചത് ഇവിടുത്തെ പെണ്ണുങ്ങളുമാണ്. പക്ഷെ ഇപ്പോഴും പെണ്ണുങ്ങൾക്ക് ആ ഒരു വില, ആ ഒരു ബോധ്യം വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം നമ്മൾ വിജയിപ്പിച്ച കാര്യം, നമ്മുടെ ശക്തി ഇപ്പോഴും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, ഇവിടുത്തെ സ്ത്രീകൾ അംഗീകരിക്കുന്നില്ല. അങ്ങനല്ലേ? ഞങ്ങൾ സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല എന്ന്. നമുക്ക് എനിക്ക് തോന്നുന്നത് പെണ്ണുങ്ങൾക്ക് ഏറ്റവും അംഗീകാരം വേണ്ടത് നിങ്ങൾ ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്നാവും അല്ലേ നിങ്ങളുടെ ചേട്ടനോ അനിയനോ അപ്പനോ ഭർത്താവോ അല്ല പാർട്ട്ണറോ എന്നൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും. തീർച്ചയായിട്ടും എൻ്റെ സിനിമ ഭയങ്കര നന്നായിട്ടുണ്ടെന്ന്, അടിപൊളിയായിട്ടുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എനിക്ക് ഏറ്റവും അടുത്ത ആൾ പറയുമ്പോഴായിരിക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്ത്രീകൾ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെയധികം, കാരണം പുരുഷന്മാർക്ക് ഒട്ടും പ്രാധാന്യമില്ല എന്ന് തോന്നുന്ന ചെറിയ കാര്യങ്ങളിലായിരിക്കും. ഇപ്പോൾ ഒരു വീട് വെക്കുന്നതിനെ കുറിച്ച് ഒരു സ്ത്രീയോട് ചോദിക്കുന്നതിനേക്കാൾ അവൾ ഇഷ്ടപ്പെടുന്നത് അവരെടുക്കുന്ന ഒരു ചെറിയ കാര്യങ്ങളിലുള്ളതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സാങ്കല്പികമായ എൻ്റെ ഒരു ഉത്തരം എന്നുള്ളത് ഒരു വലിയ കാര്യം. ഇപ്പോൾ കേരളത്തിലെ 2000-കളിലും അതിന് മുന്നേ ഒക്കെ ഉണ്ടായിരിക്കുന്ന വീടുകളുടെ അടുക്കള ചെന്ന് നോക്കിയാൽ നമുക്ക് ഇത് മനസ്സിലാവും. അത് പുരുഷൻ്റെ നിൽക്കുന്നതിൻ്റെ ഹൈറ്റിലാണ് ഇവിടുത്തെ അടുക്കളകൾ ഇപ്പോഴൊക്കെയാണ് വീണ്ടും മാറാൻ തുടങ്ങിയത്. അടുക്കളുടെ ഹൈറ്റ്, സ്ലാബിൻ്റെ ഹൈറ്റൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. നടുവേദന സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് അത് വഹിച്ചിട്ടുണ്ട്. ഈ അടുക്കള സ്ത്രീകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു വെക്കുക കൂടിയല്ലേ അത്? കാരണം അടുക്കള സ്ത്രീകൾക്ക് ഞാനിപ്പോൾ പറയുമല്ല, നമ്മുടെയൊക്കെ കാരണവന്മാർ ചെയ്തിട്ടുള്ള പരിപാടിയാണത്. അപ്പോൾ അടുക്കള സ്ത്രീകൾക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇപ്പോഴും. കാരണം കുറച്ച് വർഷം മുന്നേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വന്നതുപോലും അങ്ങനെയായിരുന്നു. സ്ത്രീകൾക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാൻ പൈസ കൊടുക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ? അതും നിങ്ങൾ തന്നെയാണ് കേട്ടോ അടുക്കളയിലെ ജോലി ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ പറയുകയത്. അത്തരം മാറ്റങ്ങളൊക്കെ വരട്ടെ. കുറച്ചും കൂടെ നമ്മൾ ലോകത്ത് എന്താ നടക്കുന്നതെന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ മാറ്റം എല്ലാവർക്കും വരുമായിരിക്കും. ഈ ഒരു നമ്മുടെ സമൂഹത്തിന് മാത്രം പ്രശ്നമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? മലയാളികൾക്കിടയിലുള്ള പ്രശ്നം അങ്ങനൊന്നും കാണാൻ പറ്റും? അല്ല, ലോകവ്യാപകമായി ഉള്ള ഒരു സൂക്കേടാ പുരുഷാധിപത്യം എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും എന്നാലും കാണാനും പറ്റും. അപ്പോൾ ഈ പുരുഷാധിപത്യത്തെ പുരുഷന്മാർ തകർക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളാൽ തകർക്കപ്പെടുകയോ എന്നതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ മാറ്റപ്പെടുത്തുകയല്ലേ വേണ്ടത്? അങ്ങനെ അതിന് സിനിമ എത്രത്തോളം സഹായകരമാകും, അല്ലെങ്കിൽ സിനിമ എത്രത്തോളം സഹായകരമാവട്ടെ എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഈ കൊമേഴ്ഷ്യൽ ഫിലിംസ് ഒരു വെല്ലുവിളിയല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ മാറ്റം വളരെ പ്രകടമാണ്. എല്ലാം ശരിയായി എന്നല്ല നിർത്താൻ പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചതാ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും കാര്യം തന്നെ പിന്നെ പറയുന്നതെന്ന് തോന്നുന്നു. അതെ, നമ്മൾ വീണ്ടും ആ ഒരു കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു പുരുഷ കേന്ദ്രീകൃത സിനിമയും വിശ്വാസവും അത് വിട്ടൊരു വിഷയം സംസാരിക്കാൻ ഇവർ നമ്മളെ അനുവദിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ആ ഒരു വിഷയം തന്നതുകൊണ്ടാണ് മതി. കാരണം അതും ഒരു സ്വാതന്ത്ര്യമാണല്ലേ. നമ്മളൊരു വിഷയം തരുന്നു, ആ വിഷയത്തെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുന്നു.
അപ്പം ഏതാണ്ട് ഈ ഒരു വിഷയം ഇവിടെ സംസാരിച്ച് അവസാനിപ്പിക്കാറായി എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനല്ലേ സംഘാടകരുടെ അഭിപ്രായം? അപ്പം എന്തായാലും അല്ല, ഇത്രയും നേരം നമ്മൾ എന്താ പറയുക, ഇത്രയും കാലം ഇവിടെ ജീവിച്ചതിൻ്റെയും അനുഭവത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും എല്ലാം ശരിയാണെന്നോ ഇതാണെന്നോ ശരിയെന്നോ ഒന്നും ഇല്ല. ഇങ്ങനെയൊക്കെ ഒരു പരിപാടിക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഇടപെടാനൊക്കെ നമ്മുടെ കൂടെ ഒരു തോട്ട് പ്രോസസ്സിന് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. ചിലപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞ് ഇതേ ഞാൻ തന്നെ ഈ പറഞ്ഞ കാര്യത്തിന് വിപരീതമായിട്ടൊക്കെ ചിലപ്പോൾ മീൻസ് അങ്ങനെ പറഞ്ഞല്ല, നമുക്കുണ്ടാകുന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതാണ്. മാറ്റം എപ്പോഴും നല്ലതാണ്. മാറട്ടെ, നമ്മളും മാറട്ടെ, സമൂഹം മാറട്ടെ, ഈ പറഞ്ഞ ആശയങ്ങൾ ചിന്താഗതികളെല്ലാം നല്ല രീതിയിൽ മാറട്ടെ അല്ലേ? ഞാനും നന്ദി പറയുന്നു. കാരണം എന്തായാലും ഇങ്ങനെ ഒരു താങ്കളുമായിട്ട് സംസാരിക്കാൻ ഒരു ടൈം തന്നതിന് ഇവരോടും താങ്കളോടും നന്ദി അറിയിക്കുന്നു. കേരളത്തിൻ്റെ പ്രിയങ്കരനായ ചലച്ചിത്ര തിരക്കഥാകൃത്ത്, സംവിധായകൻ, അഭിനേതാവ് ഒക്കെ കൂടിയായിട്ടുള്ള ശ്രീ ജിയോ ബേബി ഇത്രയും സമയം നമ്മളോട് സംവദിച്ചു. സിനിമയിലെ പുതിയ സങ്കേതങ്ങളും അതുപോലെ തന്നെ മലയാള സിനിമയിലെ കലാ സംസ്കാരവും സാമൂഹ്യ സംസ്കാരത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഒരു ചർച്ച ഇവിടെ നടന്നു. ഇത്രയധികം സമ്പുഷ്ടമായ ഒരു വേദി, മനുഷ്യനെ ജീർണതകളിൽ നിന്നും മാറി ചൂടുള്ള അറിവിൻ്റെ ചിന്തകൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോഴും വളരെ ആർദ്രമായ ഒരു നിമിഷങ്ങളാണ് ഇവിടെ കടന്നുപോയത്. നമുക്ക് ഇത്രയും സമയം ഈ വേദിയിൽ ഇത്ര നല്ലൊരു ഇൻ്റർവ്യൂ നടത്താൻ നമ്മളോടൊപ്പം പങ്കുചേർന്ന നമ്മുടെ പ്രിയ സംവിധായകൻ ശ്രീ ജിയോ ബേബിക്കുള്ള ഉപഹാരം നൽകുകയാണ്. ഉപഹാരം നൽകുന്നത് NRCയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹാരിസ് ശീതളം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയ സംവിധായകൻ ശ്രീ ജിയോ ബേബിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.